ഈ സെഷനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫ്രാക്ഷനകത്തുള്ള ഓപ്പറേഷൻസ് ഇല്ലേ, അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ഈ 4 കൺസെപ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ഇതിലൂടെ നല്ലപോലെ കൃത്യമായിട്ട് ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയെടുക്കാമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഉള്ള കൺസെപ്റ്റായ എന്തൊക്കെയാണ്, എങ്ങനെ അഡിഷൻ ചെയ്യണം, എങ്ങനെ സബ്ട്രാക്ഷൻ ചെയ്യണം, എങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ, എങ്ങനെ ഡിവിഷൻ ചെയ്യണം എന്നുള്ളതെല്ലാം നമ്മളിതിന് തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അതിൻ്റെ കോർ അണ്ടർസ്റ്റാൻഡിങ് എങ്ങനെയാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടതെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഈ പാർട്ടിലൂടെ നമ്മൾ എന്ത് ചെയ്യും, 200ഓളം ക്വസ്റ്റ്യൻസ് ചെയ്ത് അതെങ്ങനെ കൃത്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ കൺസെപ്റ്റ് അറിയണമെന്നുള്ളവർ മറ്റേ വീഡിയോ കാണുക, ഇല്ല ക്വസ്റ്റ്യൻ ചെയ്ത് പഠിച്ചാൽ മതി എന്നുള്ളവർ ഈ വീഡിയോ കണ്ടാൽ മതി. ഓക്കെ. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, ഫ്രാക്ഷൻസ് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടൊരു പേപ്പറും പേനയും എടുത്തുകൊണ്ട് വന്നിട്ട് ഒരു മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ ഇതിൻ്റെ മുമ്പിൽ തന്നെ ഇരിക്കുക, ഇതുകൊണ്ട് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലൂടെ എന്ത് ചെയ്യണം, ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ക്ലിയർ ആക്കണം. ഓക്കെ, നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ട് എന്താ നമ്മൾ പഠിക്കണ്ടേ, അഡിഷൻ. നമ്മൾ നേരത്തെ വീഡിയോ പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും നമുക്ക് പറയാം അല്ലേ. അഡിഷൻ എനിക്കറിയാം എന്താ, ലൈക്ക് ഫ്രാക്ഷൻസ് ഉണ്ടല്ലേ. ലൈക്ക് ഫ്രാക്ഷൻസ് പറഞ്ഞാൽ എന്താ, ഡിനോമിനേറ്റർ ഈക്വൽ ആയിട്ടുള്ള ഫ്രാക്ഷൻസ് ആണ് ലൈക്ക് ഫ്രാക്ഷൻ. അപ്പോൾ ഞാൻ എടുത്തു എന്താ 1/3 പ്ലസ് 1/3. ഇതിനും കൂടുമ്പോൾ എനിക്ക് എന്ത് വരും, 2/3 വരും. കാരണം എന്താ, ഡിനോമിനേറ്റർ 2 ഈക്വൽ ആയതുകൊണ്ട് ന്യൂമറേറ്റർ തമ്മിൽ കൂട്ടി എഴുതിയാൽ മതി. ഓക്കെ, ഇനി വേറെ എക്സാമ്പിൾ പറയാം. 2/5 പ്ലസ് 3/5 എത്ര വരും എനിക്ക്, 5/5 വരും അല്ലേ. അപ്പോൾ എന്തായി, ലൈക്ക് ഫ്രാക്ഷൻസ് കൂട്ടാൻ എനിക്ക് എളുപ്പമാണ്. ഇനി അൺലൈക്ക് ഫ്രാക്ഷൻസ് കൂട്ടണ്ടേ, നോക്കാം. അപ്പോൾ എന്ത് വരണം, 1/2 പ്ലസ് 1/6 നോക്കാം. അപ്പോൾ എന്താണ്, അൺലൈക്ക് ഫ്രാക്ഷൻസ് അല്ലേ, ഡിനോമിനേറ്റർ രണ്ടും വ്യത്യാസമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, എനിക്ക് ഒന്നുകിൽ ഈ 2നെ എന്താക്കണം, 6 മാറ്റണം, അല്ലെങ്കിൽ 6നെ എന്താക്കണം, 2 മാറ്റണം. അപ്പോൾ ഈ 2നെ 6 എളുപ്പമല്ലേ. ഇതിൻ്റെ ഈ ഫ്രാക്ഷൻ്റെ ഇക്വലൻ്റ് ഫ്രാക്ഷൻ ഞാൻ എടുക്കും. ഓക്കെ, ഇക്വലൻ്റ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, മേളിലും താഴെയും ഒരേ നമ്പറിനോട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ഇക്വലൻ്റ് ഫ്രാക്ഷൻ കിട്ടും. അതായത് ഇതിനെ ഈ 2നെ 6 ആക്കേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ മേളിൽ 1നെ 3 മൾട്ടിപ്ലൈ ചെയ്യുമ്പം 3 കിട്ടും. 3/6 പ്ലസ് 1/6 അല്ലേ, ആണ്. അപ്പോൾ എനിക്ക് എത്ര കിട്ടി, 4/6 എന്ന് കിട്ടി. ക്ലിയർ ആണോ? ഞാനിത് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ്. അപ്പോൾ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് റെഫർ ചെയ്യുക കേട്ടോ. ഓക്കെ, ഇനി 1/3 പ്ലസ് 1/9 എനിക്ക് എന്ത് ചെയ്യാം, ഈക്വൽ ഫ്രാക്ഷൻ എടുക്കാം. 1/3 ഈക്വൽ ഫ്രാക്ഷൻ എടുത്താൽ നമ്മൾ എന്ത് ചെയ്യും, ഡിനോമിനേറ്റർ 9 മാറ്റാൻ പോവാം. അപ്പോൾ എത്ര വരും, 3/9 പ്ലസ് 1/9. ക്ലിയർ അല്ലേ. അപ്പോൾ എത്ര വരും എനിക്ക്, 4/9. ഇനി ഇതിനകത്തൊരു മെയിൻ ഇമ്പോർട്ടൻ്റ് കാര്യമുണ്ട്. അതായത് എന്താ, ഈ ബേസ് ഈക്വൽ ആണെങ്കിൽ മാത്രമേ കൂട്ടാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ ബേസിനെ ഈക്വലാക്കി മാറ്റുന്നത്. ഏത് കണക്ക് വന്നാലും ബേസ് ഈക്വൽ ആക്കിയെങ്കിൽ മാത്രമേ എനിക്ക് 2 ഫ്രാക്ഷൻസ് കൂട്ടാൻ പറ്റുള്ളൂ. ഓക്കെ ആണല്ലോ. ഇനി സബ്സ്ട്രാക്ഷൻ കേസ് നോക്കാം. സബ്സ്ട്രാക്ഷൻ സബ്സ്ട്രാക്ഷൻ ഇതേ കേസ് ഫോളോ ചെയ്യണം നമ്മൾ. അതായത് ഡിനോമിനേറ്റർ 2 ഈക്വൽ ആണെങ്കിൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നോക്കിക്കോ, 2/3 മൈനസ് 1/3. ഡിനോമിനേറ്റർ 2 ഈക്വൽ അല്ലേ, ആണ്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ന്യൂമറേറ്റർ കുറച്ച് എഴുതാം. 2ൽ നിന്ന് പോയാൽ 1, 1/3. ഓക്കെ, ഇനി അടുത്തത് 4/5 മൈനസ് 2/5 എത്ര വരും, 4ൽ നിന്ന് 2 പോയാൽ 2, 2/5. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത നമുക്ക് നോക്കാം. ഇതുവരെ ബേസ് ഈക്വൽ ആയിരുന്നു, ഇനി നമുക്ക് അൺഈക്വൽ ബേസ് ഉള്ളത് നോക്കാം. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഇതേ ക്വസ്റ്റ്യൻ തന്നെ എടുക്കാം. 1/2 മൈനസ് 1/6 അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, ഞാൻ ബേസ് ഈക്വൽ ആക്കാൻ പോവാം. ബേസ് ഈക്വൽ ആക്കുമ്പോൾ എനിക്ക് എന്ത് വരും, 2നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം 3/6 മൈനസ് 1/6 അല്ലേ. ഇപ്പം എന്തായി, ബേസ് ഈക്വലായി. അപ്പോൾ എന്ത് ചെയ്യും, 3 1 പോയാൽ 2, 2/6 ഈക്വൽ ടു എത്ര, 1/3. ഇവിടെ കിട്ടിയോ. അതായത് ചെറുതാകുന്ന അറിയാലോ, എന്താ, ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി.
അപ്പോൾ 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 1 കിട്ടി, 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 3 കിട്ടി. അങ്ങനെയാണ് എനിക്ക് 1/3 കിട്ടിയത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് ഈ ക്വസ്റ്റ്യൻ നോക്കാം. 1/3 മൈനസ് 1/9 എത്രയാണ്? ഇതിനെന്താണ് ഈക്വലിൻ്റെ ഫ്രാക്ഷൻ ആക്കണം വിത്ത് ഡിനോമിനേറ്റർ 9. അപ്പോൾ എത്ര വരും? 3/9 മൈനസ് 1/9 എത്ര വരും? 2/9. ക്ലിയർ ആണല്ലോ? ആണ്. ഇനി അടുത്ത നമുക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്ലിക്കേഷൻ നോക്കണം. മൾട്ടിപ്ലിക്കേഷൻ 1/3 ഇൻറ്റു 2/3. ഓക്കെ, ചെയ്യുമ്പോൾ എത്ര വരും? മൾട്ടിപ്ലിക്കേഷനിലും ഡിവിഷനിലും എനിക്ക് ഡിനോമിനേറ്റർ സെയിം ആവണമെന്ന് ഒരു നിർബന്ധമില്ല. എനിക്ക് എന്താ ചെയ്യേണ്ടത്? ന്യൂമറേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ ചെയ്യാം, ഡിനോമിനേറ്റർ ഇൻറ്റു ഡിനോമിനേറ്റർ ചെയ്യാം. ഓക്കെ ആണല്ലോ. 1 ഇൻറ്റു 2/3 ഇൻറ്റു 3 9. കണ്ടോ? ഇനി 2/3 ഇൻറ്റു 1/4. ഇതാണ് ലൈക്ക് ഫ്രാക്ഷനിലെ ഡിനോമിനേറ്ററിന് വ്യത്യാസമല്ലേ? അപ്പോൾ ഇത് തന്നെ ചെയ്യാൻ എനിക്ക് 2 ഇൻറ്റു 1 2/4 ഇൻറ്റു 3 12 എന്ന് പറഞ്ഞാൽ എത്ര? 1/6 ആണ്. ഓക്കെ ആണോ? ഇനി അടുത്തത് 1/2 ഇൻറ്റു 3/4. അയ്യോ, ന്യൂമറേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ 3/4 ഇൻറ്റു 2 8. കിട്ടിയതുണ്ടോ? ഓക്കെ, അടുത്ത ഒരെണ്ണം കൂടെ ചെയ്യാം. നമുക്ക് ഒരെണ്ണം ചെയ്തിട്ട് നമുക്ക് ഡിവിഷൻ എടുക്കാം. 3/4 ഇൻറ്റു 6/8. ഓക്കെ, 6 ഇൻറ്റു 3 18 4 ഇൻറ്റു 8 32. ഓക്കെ അല്ലേ? ആ, ഇനി ഇത് നമുക്ക് ചെറുതായിക്കൂടെ? ചെറുതാക്കാം. അപ്പോൾ എത്ര വരും? 9/16 അല്ലേ? 9/16 വരും. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഡിവിഷൻ നോക്കാം. ഡിവിഷൻ അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതേ ക്വസ്റ്റ്യൻ നമുക്ക് എടുക്കാം അല്ലേ? 1/3 ഡിവൈഡ് ബൈ 2/3 അല്ലേ? ഇപ്പോൾ ഡിവിഷൻ ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യേണ്ടത്? രണ്ടാമത് കിടക്കുന്ന സംഖ്യ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? അപ്പോൾ എന്ത് വരും? 1/3 ഇൻറ്റു 3/2 എന്നല്ലേ വരുന്നത്? ഈ 2/3 എന്ത് ചെയ്തു? തലരിച്ചിട്ടു, 3/2 ആയി. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും? ന്യൂമറേറ്റർ അല്ലേ? 3/6. ഓക്കെ അല്ലേ? അതെത്ര? 1/2. ഓക്കെ ആണല്ലോ. അടുത്തൊരു ക്വസ്റ്റ്യൻ 2/3 ഡിവൈഡ് ബൈ 1/4 ചെയ്യാം. എന്താണ്? സെയിം സംഭവം. 2/3 ഇൻറ്റു 4/1 അല്ലേ? അപ്പോൾ എത്ര കിട്ടും എനിക്ക്? 8/3 കിട്ടും. അടുത്ത 1/2 ഡിവൈഡ് ബൈ 3/4. ഇത് ചെയ്യുമ്പോൾ എങ്ങനെ? 1/2 ഇൻറ്റു 4/3 ഇവരുടെ എത്ര വരും? 4/6 എന്ന് വരും. എന്ന് പറഞ്ഞാൽ എത്ര? 2/3. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ആയില്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തു തുടങ്ങാം. ഓക്കെ, കിടക്കുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ ഡിനോമിനേറ്റർ ഈക്വൽ അല്ലേ? ആണ്. ഡിനോമിനേറ്റർ ഈക്വൽ ആണ്. എന്ത് ചെയ്യാൻ? എനിക്ക് ന്യൂമറേറ്റർ തമ്മിൽ കൂട്ടാലോ? ന്യൂമറേറ്റർ തമ്മിൽ കൂട്ടുമ്പോൾ എനിക്ക് എത്ര വരും? 3 വരും. 3/5 എന്ന് വരും. ഇനി ഈ ക്വസ്റ്റ്യൻ കണ്ടോ? ഡിനോമിനേറ്റർ ഈക്വൽ അല്ലേ? ഡിനോമിനേറ്റർ ഈക്വൽ ആണ്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം? ന്യൂമറേറ്റർ കൂട്ടി എഴുതാലോ? 3 1 4 4/7 എന്ന് കിട്ടി. ഓക്കെ ആണേ. അടുത്തത് ഡിനോമിനേറ്റർ ഈക്വലാ. അപ്പോൾ എന്ത് ചെയ്യും? 4 2 കൂട്ടിയാൽ 6 6/8 ഈക്വൽ എത്ര ആണ്? 3/4 വരും. മനസ്സിലായോ? 2നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 6 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു 3 കിട്ടി. 8 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 കിട്ടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഡിനോമിനേറ്റർ ഈക്വൽ ആണ്. അപ്പോൾ എത്ര വരും? 2/4 എന്ന് വരും. ഈക്വൽ ടു 1/2 അല്ലേ? നമുക്കറിയാം എന്താ? ഇത് കാൽ ഭാഗം അല്ലേ? ഇതും കാൽ ഭാഗമാണ്. കാലും കൂട്ടിയാൽ എനിക്ക് അര കിട്ടും. ഓക്കെ, അടുത്തത് 4 3 കൂട്ടിയാൽ 7 7/9. ഓക്കെ ആണല്ലോ? ഇതൊക്കെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 5 3 8 8/10 അല്ലേ? ആ, എത്ര? 4/5 ആണ്. അടുത്ത എത്ര വരും? 6/7 ആണ്. അടുത്തതോ 5/5 ആണ്. ഈക്വൽ ടു എത്ര? 1 അല്ലേ? ആണ്. അയ്യോ, എന്ന് പറഞ്ഞാൽ എത്ര? 7/9 ആണ്. അടുത്തത് 8/10 ആണ്. ഈക്വൽ ടു 4/5 ആണ്. അയ്യോ, അടുത്തത് ഡിനോമിനേറ്റർ ഈക്വൽ ആണ്. അപ്പം 4 5 4 9 9/5
12 രണ്ടിനെ എനിക്ക് എന്ത് ചെയ്യാം 3 കൊണ്ട് രണ്ടും 3നെ മൾട്ടിപ്പിൾ അപ്പോൾ ഈ രണ്ടിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എത്ര വരും 3/4 എന്ന് വരും. 9/3 3 12/3 4. ഓക്കെയാണ്. ഇനി കണ്ടോ ഡിനോമിനേറ്റർ ഈക്വൽ ആണോ? അല്ല. അപ്പോൾ ഡിനോമിനേറ്റർ ഈക്വൽ ആക്കണ്ടേ? ആക്കണം. അപ്പോൾ എന്ത് ചെയ്യാം ഈ 1/3 എന്താക്കും 6ന്റെ ഡിനോമിനേറ്റർ ആക്കും. മനസ്സിലായോ? അപ്പോൾ എനിക്ക് എത്ര വരും = 3/6 പ്ലസ് എത്ര കൊണ്ട് മൾട്ടിപ്പിൾ ആണ് 2 കൊണ്ട് മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ 2/6 എന്ന് വരും. അപ്പോൾ എത്ര വരും എനിക്ക് 5/6 എന്ന് വരും. ഓക്കെ ആണോ? ആണോ. ഇനി ഡിനോമിനേറ്റർ ഈക്വൽ അല്ലയോ? അപ്പോൾ എത്ര വരും 9/6 ഈക്വൽ ടു എത്ര 3/2 എന്ന് വരും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 7 3 എത്ര 11 11 അല്ല 7 3 10 10/8 ഈക്വൽ ടു 5/4. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ 5/4 അല്ലേ. അടുത്ത ക്വസ്റ്റ്യനോ 12/9 ഈക്വൽ ടു എത്ര വരും 12/3 എന്ന് പറഞ്ഞാൽ 4/3 അല്ലേ. ഇത് കണ്ടോ മിക്സഡ് ഫ്രാക്ഷനും സിമ്പിൾ ഫ്രാക്ഷനും കൂടെ വന്നേക്കുന്നത്. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് ഈ 2 രീതി ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം ഒന്ന് മാറ്റി എഴുതാം. 1/5 അല്ലേ 1/5 പ്ലസ് എത്ര 2/5 പ്ലസ് 2/5. നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ 1/5 എന്ന് പറഞ്ഞാൽ എത്ര 1 പ്ലസ് 1/5 അല്ലേ പ്ലസ് 2/5 ആണല്ലോ. ആണ്. എനിക്കിതിനെ എന്ന് എഴുതാം 1 പ്ലസ് 3/5 എന്ന് എഴുതാമല്ലോ. സംശയമുണ്ടോ? അത് എത്ര ആയി എനിക്ക് 1 3/5 ആയി. സംശയമുണ്ടോ? ക്ലിയർ ആണല്ലോ. ഇനി എന്ത് ചെയ്യും ഈ മിക്സഡ് ഫ്രാക്ഷൻ ഇല്ലേ മിക്സഡ് ഫ്രാക്ഷൻ എന്ത് ചെയ്യും സിമ്പിൾ ഫ്രാക്ഷൻ ആക്കി മാറ്റും. അതായത് പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റും. സോറി ഇത് പ്രോപ്പർ ഫ്രാക്ഷൻ ആകത്തില്ല ഇംപ്രോപ്പർ ഫ്രാക്ഷനേ ആകത്തുള്ളൂ. അതായത് 5 × 1 5 5 + 1 6 അല്ലേ. അപ്പോൾ 6/5 പ്ലസ് 2/5 എന്ന് വരും അല്ലേ. 1/5 6/5 ആവും. ഓക്കെ എന്ന് പറഞ്ഞാൽ എത്ര 8/5 അല്ലേ. ആണ്. 8/5 എന്ന് പറഞ്ഞാൽ എത്ര 8-നകത്ത് 5 ഒരു പ്രാവശ്യം ബാക്കി റിമൈൻഡർ 3 3/5. കണ്ടോ രണ്ടും ഒരേ ഉത്തരം തന്നെ കിട്ടും. ക്ലിയർ ആണ്. അപ്പോൾ ഇതിന് ഉത്തരം 1 3/5. ഉത്തരം 1 3/5. ഇനി അടുത്ത് നോക്കാം 5 4 9 9/7 എത്ര ഡിനോമിനേറ്റർ ഈക്വൽ ആണോ? അല്ല. ഡിനോമിനേറ്റർ ഈക്വൽ ആക്കണ്ടേ? ആക്കണം. അപ്പോൾ 5 എന്നുള്ളത് 10 ആക്കണം. അപ്പോൾ × 2 ചെയ്താൽ പോരെ × 2 × 2 അപ്പോൾ എത്ര വരും ഇവിടെ 8 ആവും. 8 7 15 15/10 5 കൊണ്ട് വെട്ടിക്കൂടെ. അപ്പോൾ അത് വരും 3/2 എന്ന് വരും. ക്ലിയർ ആണ്. ഇനി ഇത് നമുക്ക് നേരത്തെ ചെയ്തൂടെ ഇപ്പോൾ പ്ലസ് ഇടാൻ എനിക്ക് പ്ലസ് ഇട്ടു. അപ്പോൾ എത്ര വരും 2 പ്ലസ് 1/6 പ്ലസ് 3/6 എന്നല്ലേ. അപ്പോൾ 2 പ്ലസ് 1/6 പ്ലസ് 3/6 എത്ര 4/6 ഈക്വൽ ടു എത്ര 2 1/3 എന്ന് വരും. ക്ലിയർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഡിനോമിനേറ്റർ ഈക്വൽ അല്ലയോ. അപ്പോൾ എനിക്ക് കൂട്ടാലോ 11/8. അടുത്തത് 1 + 1/3 4/9. അപ്പോൾ എന്ത് ചെയ്യണം എനിക്ക് ഞാൻ എഴുതുക 1 + 1/3 അല്ലേ. ഡിനോമിനേറ്റർ ഈക്വൽ ആക്കണ്ടേ? ആക്കണം. അപ്പോൾ ഇതിനെ രണ്ടും എന്ത് ചെയ്യും ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകും. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എത്ര വരും എനിക്ക് 3/9 പ്ലസ് 4/9 ഇപ്പോൾ എത്ര 1 പ്ലസ് 4 3 7 7/9 ഈക്വൽ ടു 1 7/9. ക്ലിയർ ആണല്ലോ. അടുത്തത് 1/2 പ്ലസ് 1/3 ഡിനോമിനേറ്റർ ഈക്വൽ ആണോ? അല്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ LCM എടുക്കണം. ഓക്കെ LCM എന്ന് വെച്ചാൽ എന്താ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം നമുക്ക് വേറെ ഒന്ന് എഴുതി ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ 1/2 പ്ലസ് 1/3 അല്ലായിരുന്നോ. നമുക്ക് എന്ത് ചെയ്യണം ഡിനോമിനേറ്റർ രണ്ടും എന്ത് ചെയ്യുക ഈക്വൽ ആകണം. അപ്പോൾ 2ൻ്റെ മൾട്ടിപ്ലൈ ഒക്കെ വരുന്നതെന്ന് നോക്കുക 2 4 6 8 10 12 വരെ പോകും ഇല്ലേ. 3ൻ്റെ മൾട്ടിപ്ലോ 3 6 9 12 ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും അല്ലേ. അപ്പോൾ എനിക്കറിയാം എന്നാണ്ട് ഇവിടെ എത്ര ഉണ്ട് 6 ഉണ്ട്.
ഇവിടെ ഒരു 6 ഉണ്ട് ഉണ്ടല്ലോ. ഇവിടെ ഒരു 12 ഉണ്ട്, ഇവിടെ ഒരു 12 ഉണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് ഇതിനെ എന്ത് ചെയ്യാം? ബേസ് 6 വേണമെങ്കിലും ആക്കാം, 12 വേണമെങ്കിലും ആക്കാം. ഇവിടെ അതുപോലെ എന്ത് ചെയ്യാം? 6 വേണമെങ്കിലും ആക്കാം, 12 വേണമെങ്കിലും ആക്കാം. എനിക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? ആക്കാം. അപ്പോൾ എന്ത് ചെയ്യാം? എനിക്ക് ബേസ് 2 ഈക്വൽ ആക്കാൻ ഒറ്റ കണ്ടീഷൻ മാത്രമേ എനിക്ക് അപ്ലൈ ചെയ്താൽ മതി. അതുകൊണ്ട് എന്തെടുത്തു? 6 എടുക്കുക. ഓക്കെ, അപ്പോൾ 2നെ 6 ആക്കാൻ എന്ത് വേണം? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം ഇതിനകത്ത് വരും 3/6 പ്ലസ് 3നെ 6 ആക്കണ്ടേ? അപ്പോൾ എന്ത് ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എത്ര വരും? 2/6 ഈക്വൽ ടു എത്ര? 5/6. പറഞ്ഞു കിട്ടിയോ? ഇനി ഈ 12 വേണമെങ്കിൽ ആക്കിയെങ്കിൽ ചെയ്തുകൂടെ? അതൊന്ന് നോക്കിക്കളയാം. ഇപ്പം എത്ര വേണം? ഇപ്പോൾ 2നെ 12 ആക്കണം, 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? 6/12 പ്ലസ് 3നെ 12 ആക്കണമെങ്കിൽ എത്ര? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 4/12 ഈക്വൽ എത്ര വരും? 10/12. ഇതന്നല്ലേ 5/6? ഉത്തരം 2 സെയിം അല്ലേ? തന്നെയാണ് 5/6. ഓക്കെ, 5/6. അപ്പോൾ ബേസ് ഈക്വലായി കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ എനിക്കിവിടെ 6 ആണ് വരേണ്ടത് എന്നെനിക്കാണ് മനസ്സിലായത്. ഓക്കെ, അത് കണ്ടുപിടിക്കാനുള്ള പരിപാടിയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? LCM എന്ന് പറഞ്ഞത്. ഓക്കെ, LCM അതായത് ലീസ്റ്റ്, ഏറ്റവും ചെറിയ കോമൺ മൾട്ടിപ്പിൾ ആണ്. ഇവിടെ എന്താണ്? കോമൺ മൾട്ടിപ്പിൾ ഇഷ്ടം പോലെ ഉണ്ട്. 6 കോമൺ മൾട്ടിപ്പിളാ, 12 കോമൺ മൾട്ടിപ്പിൾ, അത് രണ്ടിലും ഉള്ള മൾട്ടിപ്പിൾ ആണ്. ആ രണ്ടിലും ഉണ്ട് കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിൾ. 12 രണ്ടിലുള്ള മൾട്ടിപ്പിൾ, കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിൾ ആണ് അല്ലേ? അപ്പോൾ എന്താ? ഇനി അതിൽ ഏറ്റവും ചെറുതല്ലേ എടുക്കേണ്ടത്? 6 അല്ലേ? അതിന് മുമ്പ് വേറെ നമ്പർ ഉണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് LCM എടുക്കുക നമ്മൾ പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ LCM എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറയാൻ്റെ കാര്യം ഇതാ. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്തൊരു നമ്പർ പറയാം. അതായത് 2ഉം 4 ഞാൻ പറയുക. ഇതിൻ്റെ 2 LCM എത്ര ആയിരിക്കും? രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന മൾട്ടിപ്പിൾ ഏതായിരിക്കും? 4 ആയിരിക്കും. കാരണം 2ൻ്റെ ടേബിളിൽ 4 വരും. 4ൻ്റെ ടേബിളിൽ ഒന്നാമത് കിടക്കുന്ന നമ്പർ തന്നെ ഏതാ? 4. അപ്പോൾ നോക്കൂ, 1/2 പ്ലസ് 1/4 എന്ന് എടുക്കുക. ഇതിൻ്റെ LCM 4 ആണ്. അതുകൊണ്ടാണ് ഞാൻ എന്താക്കിയത്? ഇതിനെ 4 ആക്കി മാറ്റുന്നത്. പറഞ്ഞ മനസ്സിലായോ? ഓക്കെ, ഇനി ഇവ 2 3 ആണ്. ഞാൻ ഇപ്പം എന്തെടുക്കാം? 3 5 കൊടുക്കാം. 1/3 പ്ലസ് 1/5. ഓക്കെ, അപ്പോൾ എന്താ? 3ൻ്റെ 5ൻ്റെ LCM എനിക്ക് എടുക്കണം. 5ൻ്റെ ടേബിളിൽ 5 10 15 20 എന്നാണ് പറഞ്ഞ പോകുന്നത്. 3ൻ്റെ ടേബിളിൽ 5ൻ്റെ മൾട്ടിപ്പിൾ പറയുമ്പോൾ ഒറ്റ സംഖ്യയല്ലേ ഉള്ളൂ, 15. ഒറ്റ സംഖ്യയല്ല, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ 15 ആയിരിക്കും അല്ലേ? അല്ലെങ്കിൽ 30 ആയിരിക്കും, അല്ലെങ്കിൽ 45 ആയിരിക്കും. അങ്ങനെ നീണ്ടു പോകും. അപ്പോൾ എനിക്ക് LCM എത്ര ആക്കണം? 15 ആക്കണം. ഇത് രണ്ടിനും 15 ആക്കാൻ എനിക്ക് എളുപ്പം. അപ്പോൾ എത്ര ആക്കും? 5/15 പ്ലസ് ഇവിടെ എത്ര വരും? 3/15 ഈക്വൽ എത്ര വരും? 8/15 എന്ന് വരും. ഓക്കെ, അപ്പോൾ LCM എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും ചെറിയ കോമൺ ആയിട്ട് വരുന്ന മൾട്ടിപ്പിൾ ആണ് ആക്കേണ്ടത്. എനിക്ക് ഇഷ്ടമുള്ള മൾട്ടിപ്പിൾ ആകാം. ഇനി ഒരു കാര്യം കൂടെ പറയാനുള്ള എന്താ? 2ഉം 3ഉം വളരെ അടുത്ത് കിടക്കുന്ന നമ്പർ അല്ലേ? അടുത്തടുത്ത് കിടക്കുന്ന നമ്പറാണെന്നുണ്ടെങ്കിൽ സംഖ്യകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും അതിൻ്റെ LCM. 3 × 2 6 അല്ലേ? അതാണ് അതിൻ്റെ LCM. ഇനി നോക്ക്, 3 × 5 15, അതാണ് അതിൻ്റെ LCM. ഇനി 5ഉം 7ഉം വരിക, 35 ആയിരിക്കും LCM. കാരണം 5 7 എന്ന് പറഞ്ഞാൽ പ്രൈം നമ്പർ കൂടിയാണ്. പ്രൈം നമ്പറിന് വേറെ വരാൻ ചാൻസ് ഇല്ല, വേറെ ഫാക്ടർ വരത്തില്ല. അപ്പോൾ 5 × 7 35 അതിൻ്റെ എന്ത്? LCM എന്ന് പറയുന്നത്. ഇവിടെ 3 5 പ്രൈം നമ്പറാണ്. 3 × 5 15 തന്നെയാണ് LCM. അപ്പോൾ പ്രൈം നമ്പർ വരികയാണെന്നുണ്ടെങ്കിൽ പരസ്പരം മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് LCM കിട്ടും. ഇനി അടുത്തടുത്തുള്ള നമ്പറാണെങ്കിൽ പരസ്പരം മൾട്ടിപ്ലൈ ചെയ്തെങ്കിൽ എനിക്ക് LCM കിട്ടൂ. അതായത് 3ഉം 4ഉം അടുത്തടുത്ത നമ്പറാണ്. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ 12 എന്ത്? അതിൻ്റെ LCM എന്ന് പറയുന്നത്. വലിയ വലിയ നമ്പർ വരുമ്പോഴാണ് എന്ത്? മൾട്ടിപ്പിൾ അല്ലാതെ വേറെ നമ്പറുകൾ കയറി വരുന്നത്. ഓക്കെ, അത് ചെയ്യാൻ വേറെ വഴികളുണ്ട്. അത് നമുക്ക് വരുന്ന മുറയ്ക്ക് പറയാം. അല്ലെങ്കിൽ നമുക്ക് LCM HCFന് വേണ്ടിയിട്ട് നമുക്ക് വേറെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. അപ്പോൾ തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം? ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ 2ഉം 3ഉം അടുത്തടുത്ത നമ്പറല്ലേ? അപ്പോൾ LCM എത്ര ആയിരിക്കും? 6 ആയിരിക്കും. അപ്പോൾ ഇതിനെ 6 ആക്കി മാറ്റണം. ഇതിനോട്ട് 6 ആണ്. അപ്പോൾ 3/6 പ്ലസ് ഇവിടെ എത്ര വരും? 2/6 ഈക്വൽ ടു 5/6. ഓക്കെ ആണല്ലോ? 4ഉം 6ഉം അടുത്തടുത്ത നമ്പർ അല്ലേ? എനിക്ക് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. പറഞ്ഞാൽ 24 വരും അല്ലേ? അപ്പോൾ 6 ഇവിടെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 6 18 18/6
24 പ്ലസ് ഇവിടെ എത്ര 4 കൊണ്ട് മൾട്ടിപ്ലൈ അല്ലേ, അപ്പം 4/24 വരും. ഈക്വൽ എത്ര 18 4 22/24 ഈക്വൽ എത്ര 11/12 വരും. ക്ലിയർ ആണ്? ഇനി ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേറൊരു വഴി വേണമെങ്കിൽ പറഞ്ഞു തരാം. ഓക്കെ, അതായത് നമ്മൾ നോക്കിക്കോണം. 3/4 1/6 3/4 പ്ലസ് 1/6 ആണല്ലോ. എനിക്ക് ഇതിൻ്റെ ഡിനോമിനേറ്റർ രണ്ടും ഈക്വൽ ആക്കിയാൽ പോരെ? മതി. അപ്പം ഞാൻ എന്ത് ചെയ്യാൻ പോവാ, ഇതിനെ ഞാൻ 6 ആക്കാൻ പോവാ. ഓക്കെ, ശ്രദ്ധിച്ചോണം. 3/4 ഞാൻ ഡിനോമിനേറ്റർ 6 ആക്കണം ആണല്ലോ. അപ്പോൾ 4 2 കൂട്ടുമ്പോഴല്ലേ എനിക്ക് 6 ആകുന്നത്? ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇതിൻ്റെ ഇക്വലൻ്റ് ഫ്രാക്ഷൻ എടുക്കും. ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ എന്താ, ഇതിൻ്റെ ഇക്വലൻ്റ് ഫ്രാക്ഷൻ എടുക്കാൻ പോവാം. അതായത് ഡിനോമിനേറ്റർ രണ്ടാവത്തക്ക രീതിയിൽ ഇതിൻ്റെ ഇക്വലൻ്റ് ഫ്രാക്ഷൻ എടുക്കാൻ പോവാം. അപ്പോൾ എന്ത് വരും, പകുതി എടുത്താൽ പോരെ. അപ്പോൾ 1.5/2 എന്ന് വരും. ഇതാണ് എന്ത്, ഇതിൻ്റെ ഇക്വലൻ്റ് ഫ്രാക്ഷൻ അല്ലേ? ആ, എനിക്ക് ഇത് ഇതിൻ്റെ കൂടെ കൂട്ടാൻ പറ്റും. ഓക്കെ, കൂട്ടുന്നതെന്ന് വെച്ചാൽ നോക്കിക്കോണം. 1.5 3 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് 4.5/6 എന്ന് എനിക്ക് എഴുതാൻ പറ്റും. അത് നിങ്ങൾ കുറച്ചും കൂടെ എന്താ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എനിക്ക് 3/4 1.5/2 എന്ന് എഴുതാമെങ്കിൽ അതുപോലെ എനിക്കതിനെ 4.5/6 എന്ന് എഴുതാൻ പറ്റും. അതായത് നോക്കിയോ, 1.5/2 പ്ലസ് 1.5/2 പ്ലസ് 1.5/2 ഇങ്ങനെ ഈ വേണമെങ്കിൽ എന്ത് ചെയ്യാം, കൂട്ടി ഒരേ റേഷ്യോയിൽ എഴുതിയേക്കുന്നത്. 1.5 1.5 കൂടെ കൂട്ടി ഞാൻ 3 എഴുതാം, 2 കൂടെ 4 എഴുതാം. അത് എന്തായാലും ഈക്വലൻ്റ് ആയിരിക്കും. ഇനി ഇതിൻ്റെ കൂടെ ഇതുപോലെ കൂട്ടാം. മേളിലുള്ള 1.5 പ്ലസ് 1.5 പ്ലസ് 1.5 4.5 വരും. 2 പ്ലസ് 2 പ്ലസ് 2 6 എന്തായാലും ഈക്വലൻ്റ് ഫ്രാക്ഷൻ ആയിരിക്കും. ഒരേപോലെ കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ മാറത്തില്ല, ഒരിക്കലും മാറത്തില്ല, വാല്യൂ സെയിം ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ എനിക്ക് എന്തായി, 4.5/6 എന്നായി. 3/4 4.5/6 എന്ന് എഴുതാം, പ്ലസ് 1/6 എന്ന് എഴുതാം. എന്ന് പറഞ്ഞാൽ എത്ര, എനിക്ക് 5.5/6 ആണ്. അതെന്ന് പറഞ്ഞാൽ എത്ര, പോയിന്റ് ഉണ്ടാണ്ട് എന്ത് ചുമ്മാ ഇരട്ടി എടുത്തു. 5.5 ഇരട്ടി 11/12. പറഞ്ഞ കിട്ടിയോ? നേതൃത്വം കിട്ടിയത് 11/12. ഇത് തന്നെയാണ് എനിക്ക് എവിടെ കിട്ടിയത്, തൊട്ട് മുകളിൽ ക്വസ്റ്റ്യൻ എനിക്ക് ഇവിടെ കിട്ടിയത്. പറഞ്ഞ കിട്ടിയോ? അപ്പോൾ ഈ രീതി വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഉത്തരം എഴുതാം. ഇനി ഞാൻ ഈ രീതി ചെയ്ത് നോക്കാൻ പോവാം. 2 കൊണ്ട് മൾട്ടിപ്ലൈ അല്ലേ, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 10 ആവും. അപ്പം മേളിൽ 4 4 3 7 7/10 ആണേ. അടുത്തത് 6ഉം 8ഉം ആണ്. 6ഉം 8ഉം. അപ്പോൾ എന്ത് ചെയ്യാം, LCM എടുക്കാം. LCM എടുക്കുമ്പോൾ എനിക്ക് എത്ര വരും, 24 വരും. LCM എന്ന് പറഞ്ഞാൽ 24. 6ൻ്റെ 8ൻ്റെ LCM എന്ന് പറഞ്ഞാൽ 24 ആണ്. അപ്പോൾ എന്ത് ചെയ്യണം, 6 × 4 ആണ് 24 അല്ലേ. അപ്പോൾ മേളിൽ എത്ര വരും, 20/24 പ്ലസ് ഇതിനെന്ത് ചെയ്യണം, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 3 × 8 24. അപ്പോൾ 9/24 എന്ന് വരും. അപ്പോൾ എത്ര, 29/24 എന്ന് വരും. ക്ലിയർ ആണോ? ആ. ഇനി അടുത്ത് നോക്കിയോ, ഇവിടെ 4ഉം 12ഉം ആവും. അപ്പോൾ എന്ത് ചെയ്യണം, ഡിനോമിനേറ്റർ ഈക്വൽ ആക്കണം. 4 എന്ത് ചെയ്യും, 12 ആക്കി മാറ്റാൻ പോവാണ്. അപ്പോൾ 4 × 3 ആണ് 12. അപ്പോൾ എനിക്ക് ഇത്ര തന്നെ എഴുതാം, 3/12 പ്ലസ് 5/12. 3 ഡിനോമിനേറ്റർ മാത്രമല്ല മൾട്ടിപ്ലൈ ഉണ്ട്, രണ്ടിടത്തും മൾട്ടിപ്ലൈ ഉണ്ട്. 3/12 പ്ലസ് 5/12 ഈക്വൽ എത്ര വരും, 8/12 ഈക്വൽ എത്ര, 4 കൊണ്ട് കൂടെ 2/3 എന്ന് വരും. ഓക്കെ ആണല്ലോ? ആണ്. ഇനി 7/9 പ്ലസ് 2/3 ഡിനോമിനേറ്റർ ഈക്വൽ ആക്കണം. 3 കൊണ്ട് രണ്ടിടത്തും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എത്ര വരും, 7/9 പ്ലസ് 6/9 എന്ന് വരും. അപ്പോൾ എത്ര, 13/9 എന്ന് വരും. ഈ 9 പ്രാവശ്യം ഉണ്ട്, ഒരു പ്രാവശ്യം ഉണ്ട്, ബാക്കി എത്ര വരും, 4/9 എന്ന് വരും. ഓക്കെ ആണോ? ഇനി ബാക്കി നോക്കിയോ, 5 7 അടുത്തടുത്ത നമ്പറാണ്, ഡിഫറൻസ് വലുതായിട്ടില്ലല്ലോ, പ്രൈം നമ്പർ കൂടിയാണ്. അപ്പോൾ എന്ത് ചെയ്യണം, പരസ്പരം മൾട്ടിപ്ലൈ ചെയ്തേ പറ്റത്തുള്ളൂ, വേറെ വഴിയില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള കേസിലാണ് നമ്മൾ LCM എടുക്കുമല്ലോ ഇവിടെ. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുന്നത്, 7 × 3 ചെയ്യുന്നത് കണ്ടില്ലേ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? ഓക്കെ, അത് ഇതുകൊണ്ടാണ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അത് ഈ ഡിനോമിനേറ്റർ സെയിം ആക്കണം, അതിന് വേണ്ടി മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ആ പ്രോസസ് നമുക്ക് ഇവിടെ ചെയ്ത് നോക്കാം. അപ്പോൾ എന്ത് വരും, 3 × 7
21 ഇത്ര 35 പ്ലസ് ഇത്ര 5×4 20 ബൈ 25 കണ്ടോ. അപ്പോൾ നമ്മൾ മറ്റേ ചെയ്യുന്നത് എന്താ, 3×7 21 എഴുതി, 5×4 20 എഴുതി, പ്ലസ് ഇട്ടു. ഇനി എന്താ അടിക്കുന്നതുവാ, 5×7 35 വന്നു, 5×7 35 വന്നു. ഇപ്പോൾ എത്ര വരും എനിക്ക്, 41/35 വരും. മാറ്ററിയാലോ, 1/6/35 വരും. ഓക്കെയാണ്. ഇനി അടുത്തത് ഇതിൻ്റെ ഇക്വലൻ്റ് ഫ്രാക്ഷൻ ആക്കണം. എത്ര എടുക്കും, എനിക്ക് 40 എടുക്കാം അല്ലേ. എൽ സി എം എന്ന് പറഞ്ഞാൽ 40 എടുക്കാം. എൽ സി എം എടുക്കുമ്പോൾ പ്രത്യേകം വീഡിയോ എടുത്ത് ചെയ്യാൻ കേട്ടോ. അപ്പോൾ 8 ടേബിളിൽ 40 വരും, 10 ടേബിളിലും 40 വരും. കോമൺ ആയിട്ട് വരുന്ന തൽക്കാലം കോമൺ ആയിട്ട് വരുന്ന സംഖ്യ നോക്കുക ചെയ്യുക. ഇനി അല്ലെങ്കിൽ നോക്കിയോ, 80 വെച്ച് തന്നെ ചെയ്യുക, 8×10 വെച്ച് ചെയ്യാം. അപ്പോൾ എന്ത് വരും, മേളിൽ എനിക്ക് 50 വരും. 50/80 പ്ലസ് ഇനി ഇവിടെ 80 ആക്കണ്ടേ, 24 അല്ലേ. 3×8 24, 24/80 ഈക്വൽ എത്ര, 74/80 വരും. ഇത് ചെറുതാക്കി എഴുതാം. ഓക്കെ, അപ്പോൾ അത്രയും ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത ഈ ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ നേരത്തെ ചെയ്തപോലെ തന്നെ ചെയ്യാം അല്ലേ. അപ്പോൾ എത്ര, 1 അരയുണ്ട്, 1/4 അരയും 1/4 ചേർത്താൽ എനിക്ക് എത്ര കിട്ടുന്നത്, നമ്മൾ നേരത്തെ കഴിഞ്ഞ സെക്ഷൻ പഠിച്ചിട്ടുണ്ട്. അരയും 1/4 ചേർത്താൽ എനിക്ക് 1/4 ആയിരിക്കും. ഇനി അതിലൂടെ 1 ചേർന്നാലോ 2/4 ആയിരിക്കും. അപ്പോൾ എത്ര വരും, എനിക്ക് 2/4 വരും. ഡയറക്റ്റ് എഴുതിക്കൂടെ, വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമുണ്ടോ, ഇല്ല. ഇവിടെ നോക്കി അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോ, 2/4 1/6 2 1 കൂട്ടിയാൽ 3, 1/3 1/6 അല്ലേ. ന്യൂമറേറ്റർ ഈക്വൽ ആക്കണ്ടേ. അപ്പോൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഇരട്ടി എടുക്കണം, × 2 അപ്പോൾ 2/6 പ്ലസ് 1/6 ഈക്വൽ ടു 1/6 പ്ലസ് 1/6 1/2 എന്ന് വരും. 3 1/2 ഇതുണ്ടോ, 4/5 2/7. എന്ത് ചെയ്യണം, അടുത്തൊരു സംഖ്യ ഇല്ലയോ. അപ്പോൾ എനിക്ക് എൽ സി എം എന്ന് പറയുന്നത് 5×7 തന്നെ ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, ചുമ്മാ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എന്താ, 28 പ്ലസ് 10/35 ഓക്കെ ആണല്ലോ. ക്രോസ് മൾട്ടിപ്ലൈ ഡിനോമിനേറ്റർ ഈക്വൽ ആക്കുക തന്നെയാണ്, സെയിം സാധനമാണ്. ഇനി നോക്കിയോ, 3/8 പ്ലസ് 5/12 ഡിനോമിനേറ്റർ നോക്കിയപ്പോൾ എനിക്ക് എന്തായി, ഞാൻ തൊട്ടും പറഞ്ഞില്ല, ഒരു കണക്ക് പറഞ്ഞില്ലേ, ഡിനോമിനേറ്റർ 12 ആക്കിയാൽ മതി എനിക്ക്. ഈ ക്വസ്റ്റ്യൻ നമുക്ക് അടുത്തായിട്ട് എഴുതി നോക്കാം അല്ലേ. 3/8 5/12 നോക്കി, 3/8 പ്ലസ് 5/12. ഞാൻ നോക്കിയപ്പോൾ എന്താ, 8ൻ്റെ കൂടെ 4 കൂട്ടി എനിക്ക് 12 ആവും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതിൻ്റെ പകുതി അങ്ങ് എടുക്കുക, 1.5/4. ഇതിൻ്റെ ഇക്വൽ ഫ്രാക്ഷൻ അല്ലേ ഇത്, ആണ്. അപ്പോൾ എന്ത് ചെയ്തു, ഈ ഇക്വൽ ഫ്രാക്ഷൻ ഇതിനൂടെ എനിക്ക് കൂട്ടാൻ പറ്റും. അപ്പോൾ എന്ത് മാറത്തില്ല, വാല്യൂ മാറത്തില്ല. അപ്പോൾ എനിക്ക് ഇതിനോട് കൂട്ടുമ്പോൾ എത്ര, പ്ലസ് 3/8 ചെയ്യുമ്പോൾ എന്താണ്, അതായത് ഞാൻ പറയുന്നത് ന്യൂമറേറ്റർ തമ്മിൽ കൂട്ടുന്നു, ഡിനോമിനേറ്റർ തമ്മിൽ കൂട്ടുന്നു, അങ്ങനെയാണ്. അല്ല നടുക്കുള്ള പ്ലസ് അല്ലേ. അപ്പോൾ 4.5/8 4 12 വരും. ഇതേ ഫ്രാക്ഷൻ്റെ വാല്യൂ ആയിരിക്കും ഈ ഫ്രാക്ഷനും വരുന്നത്. ഓക്കെ, വ്യത്യാസം വരത്തില്ല. പ്ലസ് 5/12 എന്ന് എനിക്ക് എഴുതാം. അപ്പോൾ എത്രയായി, 9.5 അല്ലേ. 9.5/12 9.5 ഫ്രാക്ഷൻ വാല്യൂ മാറ്റണ്ടേ. അപ്പോൾ എന്ത് ചെയ്യണം, ഇരട്ടി എടുത്തു. അപ്പം 19/24 എന്ന് വന്നു. ഓക്കെ, അതാണ് എന്ത് അതിൻ്റെ ഉത്തരം, 19/24. 19/24. ഓക്കെ, അടുത്ത് നോക്കാം. 10ഉം 15 ഇതേ കൺസെപ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുമോ, പറ്റും. 10 ആക്കണം, ഇതിനെ 15 ആക്കണം. 15 ആക്കണമെങ്കിൽ ഇതിൻ്റെ പകുതി എടുക്കണം. 7ൻ്റെ പകുതി എത്ര, 3.5. അപ്പോൾ ഇതിൻ്റെ കൂടെ 3.5 കൂട്ടി, ഇതിൻ്റെ കൂടെ 5 കൂട്ടി, 3.5 കൂട്ടുമ്പോൾ എത്ര വരും എനിക്ക്, 10.5/15 10.5/15 10.5 4 ഉണ്ട്. 10.5 പ്ലസ് 4 എന്ന് പറഞ്ഞാൽ എത്ര, 14.5/15 എനിക്ക് ഇരട്ടി എടുക്കാമല്ലോ, ഇരട്ടി എടുക്കാം. അപ്പോൾ എത്ര വരും, 28 29 വരും അല്ലേ. 29/30 എന്ന് വരും. ക്ലിയർ ആണല്ലോ. അടുത്ത് നോക്കിക്കോ, എത്ര, 1 2 കൂട്ടി എനിക്ക് എത്ര ഉണ്ട്, 3 ഉണ്ട് അല്ലേ. ഈക്വൽ ടു 3 പ്ലസ് 3/5ഉം 1/4 അടുത്തടുത്ത നമ്പറാണ്. അപ്പോൾ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, വേറെ വഴിയില്ല. അപ്പോൾ എന്ത് ചെയ്യും, 4 × 3 12 12 പ്ലസ് 5 × 1 5 എത്ര, 20. അപ്പോൾ എത്ര വരും, ഈക്വൽ ടു 3 17/20 എന്ന് വരും. ക്ലിയർ ആണല്ലോ. ഇനി ഇത്
നമ്മൾ നേരത്തെ അതേ മെത്തേഡ് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ എന്താ, പകുതി എടുക്കുക, രണ്ടിൻ്റെയും പകുതി എടുക്കുക, കൂട്ടുക, വാല്യൂ വരത്തില്ല, വ്യത്യാസം വരത്തില്ല. അപ്പോൾ എത്ര, 5ൻ്റെ കൂടെ 2.5 കൂട്ടണം, അപ്പോൾ എത്ര വരും, 7.5. അപ്പോൾ രണ്ടും സെയിം ആവതില്ല നേരം ആവും. അപ്പോൾ എത്ര വരും എനിക്ക്, 14.5/9 വരും. ഓക്കെ ആണോ? ഇരട്ടി എടുക്കുമ്പോൾ എത്ര വരും എനിക്ക്, 29/18 വരും. ചെറുതാക്കി എഴുതിയാൽ മതി, എളുപ്പമല്ലേ? ആണോ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 2/3 + 5/8. എന്ത് ചെയ്യണം, കോമൺ ആയിട്ടൊന്നും വരത്തില്ല, അപ്പോൾ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, വേറെ വഴിയില്ല. അപ്പോൾ എന്ത് വരും, 16 + 15/24. ഇനി അടുത്ത് നോക്കിയോ, ഇത് രണ്ടും പ്രൈം നമ്പർ അല്ലേ, ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യാനല്ലേ, വേറെ വഴിയില്ല. അപ്പോൾ എന്ത് ചെയ്യുക, 3, 5 + 28/15 ഇതൊന്നും എഴുതിയാൽ മതി. ഇനി അടുത്ത് നോക്കിയോ, 3/4 അല്ലേ, ഇത് നമ്മൾ നേരത്തെ ഇതുപോലെ നോക്കാം. 9, 10, 3/4 നോക്കൂ. 9, 10, 3/4, 9/10 + 3/4. അപ്പോൾ ഈ ബേസ് ഞാൻ 10 പോകും, ബേസ് 10 പോകണേ. നോക്കൂ, 3/4 പ്ലസ് എന്ന് വെച്ചാൽ ന്യൂമറേറ്റർ അങ്ങനെ 3/4. ഇതെണ്ണം കൂട്ടുമ്പോൾ എത്ര ആവും, 6/8 ആവത്തില്ലേ? അതായത് മേളിലും താഴെ രണ്ടും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം ഞാൻ കൂട്ടുന്നു, അത്രേ ഉള്ളൂ, ഇതുപോലെ കൂട്ടുന്നു. ഇനി 10 ആവണമെങ്കിൽ 2 കൂട്ടേണ്ടത് ആണ്. അപ്പോൾ 3/4 പകുതി എടുക്കാൻ പോകും, അപ്പോൾ എത്ര വരും, 1.5/2 എന്ന് വരും. അപ്പോൾ എനിക്ക് രണ്ടും കൂട്ടണ്ടേ, കൂട്ടുമ്പോൾ എത്ര, താഴെ 10 ആവും, മേളിൽ എത്ര ആവും, 6ഉം 1.5 കൂട്ടുമ്പോൾ 7.5 ആവും. ഓക്കെ ആണല്ലോ? അപ്പോൾ എനിക്ക് എത്രയായി, 3/4 പകരം എനിക്ക് എഴുതാം, 7.5/10 എഴുതാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാൻ പോകും, ഇനി ഇതിനോട് കൂട്ടാം. 9/10 + 7.5/10 കൂടുമ്പോൾ എത്ര വരും, 16.5/10 വരും. എന്ന് പറഞ്ഞാൽ എത്ര, 33 വരും അല്ലേ? 33/20 വരും. 33 20 പ്രാവശ്യം ഉണ്ട്, ഒരു പ്രാവശ്യം ഉണ്ട്, ബാക്കി എത്ര, 13/20. 1/13/20 ഉത്തരം. ഓക്കെ, അപ്പം എത്ര, 1/13/20 ഉത്തരം. ക്ലിയർ ആണേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സെഷനിൽ എടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ, ഇതാ. അപ്പോൾ 1 കൂട്ടിയാൽ 3 വരും, 5/6ഉം 2/9ഉം. എന്ത് ചെയ്യാം, ഡിനോമിനേറ്റർ ഈക്വൽ ആക്കാം. മൾട്ടിപ്ലൈ നിൽക്കണോ, വേണ്ട, ഇതിൻ്റെ പകുതി എടുത്ത് കൂട്ടിയാൽ മതി. അപ്പോൾ എന്ത് ചെയ്യണം, 5ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 2.5. അപ്പോൾ എത്ര ആവും, 7.5/9 ആവും. 7.5, 8.5, 9.5. അപ്പോൾ എത്ര ആവും, 9.5/9 എന്നാവും. എന്ന് പറഞ്ഞാൽ എത്രയായി, 3, 10.5ൻ്റെ ഇരട്ടി എത്രയായി, 19 അല്ലേ? 19/18 എന്ന് വരും. എന്ന് പറഞ്ഞാൽ എത്ര, 19/18 എന്ന് പറഞ്ഞാൽ 1 വരും അല്ലേ? 1/18 എന്നാണ് വരുന്നത്. 1 കൂട്ടണ്ടേ, 4, 1/18 കഴിഞ്ഞു. അല്ലാതെ എന്ത് ചെയ്യാൻ പോരുത്, ഒരിക്കലും ഇത് മിക്സഡ് ഫ്രാക്ഷനെ സിമ്പിൾ ഫ്രാക്ഷൻ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാൻ പോലും. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി പോയി കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടംപോലെ മൾട്ടിപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് ഇതായിരിക്കും ബെറ്റർ. നേരത്തെ ക്വസ്റ്റ്യൻ കണ്ടോ, ഇവിടെ 6 ഇവിടെ 9. ഇതിനൂടെ 3 കൂട്ടിയാൽ പോരെ, 6ൻ്റെ പകുതി അല്ലേ 3. അപ്പോൾ എന്ത് ചെയ്യണം, 5ൻ്റെ പകുതി ഞാൻ എടുത്തു, 5ൻ്റെ പകുതി 2.5 നിങ്ങളോട് എഴുതല്ലേ, 4/9 + 5/6 എന്നുള്ളത് എന്താ, എനിക്ക് 7.5/9 എന്ന് എനിക്ക് എഴുതാം. ഇക്വലൻ്റ് ഫ്രാക്ഷൻ ആണ്. അതായത് ഇതിനെ ഞാൻ എന്ത് ചെയ്തു, 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇതിനെ 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഈ വ്യത്യാസം വരും, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, അപ്പോൾ ഈ വ്യത്യാസം വരത്തില്ല. 1.5 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7.5, 6നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9 കിട്ടും. ഓക്കെ, അപ്പോൾ 7.5 4 കൂട്ടി കഴിഞ്ഞാൽ എത്ര വരും എനിക്ക്, 11.5. 11.5/9 ഇതിൽ എത്ര, 23/18 എന്ന് വരും. ചെറുതാക്കാൻ അറിയാലോ, 23 18 ഒരു പ്രാവശ്യം ഉണ്ട്, അതുകൊണ്ട് എത്ര, 1 വരും. ബാക്കി എത്ര ഉണ്ട്, 5/18 എന്ന് വരും. ക്ലിയർ ആണേ? ഇനി അടുത്ത് നോക്കിയോ, 12ഉം 18ഉം എനിക്കറിയാം. എന്ത് ചെയ്യണം, ഒന്നുകിൽ LCM എടുക്കണം, അല്ലെങ്കിൽ ഈക്വൽ ഫ്രാക്ഷൻ ആക്കണം. ഈക്വൽ ഫ്രാക്ഷൻ ആക്കുമ്പോൾ എന്ത് ചെയ്യും, സാധാരണ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എല്ലാവരും എന്ത് ചെയ്യും, പിടിച്ച് മൾട്ടിപ്ലൈ അല്ലെങ്കിൽ LCM കണ്ടുപിടിക്കാൻ പോകും. ഇതങ്ങനെ പോകണ്ട. 12ൻ്റെ പകുതി
6 6 12 കൂട്ടി എനിക്ക് എത്ര വരും? 18 തന്നെ വരും. അപ്പോൾ എന്ത് ചെയ്യും? പകുതി എടുത്ത് കൂട്ടിയാൽ മതി. 7ൻ്റെ പകുതി എത്ര? 3.5. 3.5ഉം 10 കൂട്ടിയാൽ 7 കൂടെ കൂട്ടിയാൽ 10.5. 10.5 കൂടെ കൂട്ടിയാൽ 15.5. 15.5/18 എത്രയായി? 31/36. സംശയമുണ്ടോ? ഇല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റിന് പോകാം. 2 ഒന്നുകൂടെ കൂട്ടി 3 വരും, ഈക്വൽ ടു 3. ബാക്കി എത്ര ഉണ്ട്? 3/8 ഉണ്ട്, 5/12 ഉണ്ട്. 8ൻ്റെ കൂടെ 4 കൂട്ടിയാൽ 12 ആവും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഇതിനോട് പകുതി എടുത്ത് കൂട്ടിയാൽ മതി അല്ലേ? അപ്പോൾ അത് അല്ലെങ്കിൽ 1.5 കൊണ്ട് മേളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്തു. എത്ര വരും? 1.5 കൂട്ടുമ്പോൾ 4.5. 4.5ഉം 5 കൂട്ടിയാൽ 9.5. 9.5/12 ആണ്. എന്ന് പറഞ്ഞാൽ എത്ര? 19/24. അത് എത്രയും 3. 19/24 ഒരു ഉത്തരം. ഓക്കെ, ഇനി അടുത്തത് 15ഉം 9ഉം എടുക്കണം. 15 9 കൊടുക്കുമ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂട്ടാനും കുറയ്ക്കാനൊക്കെ പാടാം അല്ലേ? 10 ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും ചെയ്ത് നോക്കാമായിരുന്നു. ഇനി 9ഉം 15ഉം ആയതുകൊണ്ട് എന്ത് ചെയ്യണം? നമുക്ക് LCM എടുക്കണം. LCM എടുക്കുമ്പോൾ ഇതിൻ്റെ LCM എന്ന് പറയുന്നത് 45 ആണ്. അതായത് 9 × 5 45 ആണ്. 15 × 3 45 ആണ്. അപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് മാറ്റി എഴുതാം, ഈക്വൽ ഫ്രാക്ഷൻ ആക്കി എഴുതാം. ഇതിനെന്ത് ചെയ്യും? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 33/45 പ്ലസ് ഇനി ഇതെന്താ? എത്ര മൾട്ടിപ്ലൈ ചെയ്യണം? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 20/45 ഈക്വൽ ടു എത്ര വരും? 53/45 ഈക്വൽ ടു എത്ര വരും? 53 45 ഒരു പ്രാവശ്യം ബാക്കി 8 ഉണ്ടല്ലേ? 8/45 എന്ന് വരും. ഈ LCM എടുക്കുക നമുക്ക് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി 7 14 ആക്കിയാൽ പോരെ? എളുപ്പമല്ലേ? അപ്പം എന്ത് ചെയ്യും? 10/14 ആവും ഇത് അല്ലേ? 10/14 ആവും. അപ്പം കൂട്ടുമ്പോൾ എത്ര വരും? 13/14 എന്ന് വരും. എളുപ്പമായിരുന്നേ. ഇനി ഇത് നോക്കിയോ, ഇത് രണ്ടും കൂട്ടുമ്പോൾ എത്ര? 4 വരും. 1 3 കൂട്ടി 4. 2/5 എത്രയായി മാറണം? 10 ആക്കണമെങ്കിൽ 4/10 ആവും. 4/10ഉം 1/10ഉം എത്ര? 5/10. 5/10 പറഞ്ഞാൽ എത്ര? 1/2. ഓക്കെ, അടുത്തത് 9ൻ്റെ കൂടെ എത്ര കൂട്ടണം? 3 കൂട്ടുമ്പോൾ എനിക്ക് 12 ആവും. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ എന്തെടുക്കാം? 8ൻ്റെ 3 എടുത്ത് ആഡ് ചെയ്താൽ മതി. അത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ഇതിൻ്റെ LCM എടുക്കണ്ടേ? LCM എന്ന് പറഞ്ഞാൽ എത്ര വരും? 9നും 12 LCM 36 ആയിട്ട് വരും കേട്ടോ. 36. അപ്പോൾ അത് 9 × 4 36 ആണ്. 12 × 3 36. അതിൽ ചെയ്യേണ്ട ഈ ഒരു കാര്യമുള്ളൂ. 12 ടേബിൾ പറഞ്ഞു നോക്കുക. 12 24. 9ൻ്റെ ഉള്ളിൽ 4 വരുമോ? ഇല്ല. അടുത്ത 36. 36 9 വരുമോ? വരും. അപ്പോൾ അങ്ങനെ എഴുതിയാലും മതി. അപ്പോൾ എത്ര? 36 വേണം അല്ലേ? അപ്പോൾ 9 × 4 8 × 4 ചെയ്യണം. 32/36 പ്ലസ് ഇവിടെ എത്ര? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? 15/36. അതിൽ രണ്ടും 36 ആയല്ലോ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? കൂട്ടിയാൽ മതി. 32ഉം 15ഉം 47. 47/36. ചെറുതാക്കാലോ. എത്ര വരും? 47നകത്ത് 36 ഒരു പ്രാവശ്യം വരും. ബാക്കി എത്ര ഉണ്ട്? 11 ഉണ്ടല്ലേ? 11/36 എന്ന് വരും. ഓക്കെ, അടുത്ത് ഇതിനെ ചെയ്യണ്ടേ? ചെയ്യണം. അപ്പോൾ എത്ര വരും എന്ന് വെച്ചാൽ 2 എഴുതി ഇതിനെന്താക്കിയാൽ മതി? 10ൻ്റെ ബേസ് ആക്കിയാൽ പോരെ? ബേസ് ആക്കിയാൽ മതി. അപ്പോൾ 3/4 എന്നുള്ളത് 3/4 എന്താ? 6/8 ആണല്ലേ? 6/8 ആണ്. ഇതിൻ്റെ പകുതി എടുക്കാമല്ലോ എനിക്ക്. അപ്പോൾ 1.5ഉം 2ഉം വരും. 1.5 ഇവിടെ കൂട്ടുമ്പോൾ എത്ര? 7.5. 7.5/10 അല്ലേ? 7.5/10 പ്ലസ് 7/10 എത്ര? 7.5. ഇത് കൂട്ടിയാൽ മതി. ന്യൂമറേറ്ററും കൂട്ടിയാൽ മതി. അപ്പോൾ എനിക്ക് എത്ര വരും? ഈക്വൽ ടു 2 എത്ര വരും? 10 വരും. അതിനെ ചെറുതാക്കി എഴുതാം. ഇരട്ടി എടുക്കുക, ചെറുതാക്കുക. ഓക്കെ, അപ്പോൾ 3 എന്നുള്ള രീതിയിൽ ഉത്തരം കിട്ടും. ഇനി അടുത്ത് നോക്കിയോ, ഇത് രണ്ടും കൂടെ ചെയ്യുമല്ലേ? ഇതിൻ്റെ കോമൺ മൾട്ടിപ്പിൾ എത്ര ആയിരിക്കും അറിയാവോ? അതായത് LCM ഇഷ്ടംപോലെ രീതി ചെയ്യാം കേട്ടോ. LCM എന്ന് പറയുന്നത് 3 × 5 ആണ്. എന്ന് പറയുന്നത് 5 × 4 ആണ്. അപ്പോൾ രണ്ടിലും 5 എന്ന് പറയുന്നത് കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം? 4 × 3 12. 12 × 5 60 ആയിട്ട് എടുക്കുക LCM. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. തുടക്കത്തിൽ പാടായിരിക്കും, നമുക്ക് നോക്കാം. അപ്പോൾ എത്ര നമ്മൾ പറഞ്ഞത്? 60 അല്ലേ? 60. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ന്യൂമറേറ്റർ എത്ര വരും? 39.
ബൈ 60 പ്ലസ് ഈ 15 എത്ര മൾട്ടിപ്ലൈ ചെയ്യണം? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എത്ര വരും? 28/60 എന്ന് വരും LCM. ക്ലിയർ ആയല്ലോ? ഇത് രണ്ടും എനിക്ക് കൂട്ടണ്ടേ? കൂട്ടുമ്പോൾ എത്ര എനിക്ക്? അപ്പോൾ 50, 60, 67 എന്ന് വരും അല്ലേ? 67/60 എന്ന് 67/60 എന്ന് പറഞ്ഞാൽ എത്ര? 1/7/60 വരും. ഓക്കെ, എളുപ്പമല്ലേ? ഓക്കെ, അടുത്ത് നോക്കാം. ഇനി നമുക്ക് എന്തുണ്ട്? 3 സംഖ്യകളുണ്ട്. 3 സംഖ്യ നോക്കുമ്പോൾ 12 ഉണ്ട്, 18 ഉണ്ട്, 24 ഉണ്ട്. 12 എന്ന് പറഞ്ഞാൽ എത്ര? 3 × 4 എന്ന് പറഞ്ഞാൽ എത്ര? 9 × 2 ആവും. 9 × 2 എന്ന് പറയുമ്പോൾ 3 × 3 × 2 അല്ലേ? അതായത് 3 × 3 × 2 എന്ന് പറഞ്ഞാൽ എത്ര? 6 × 4 6. അപ്പോൾ 2 × 3 × 4. സംശയമില്ലല്ലോ? അപ്പോൾ 6 4 24. നോക്കിയോ, ഇവിടെ എനിക്ക് എത്ര ഉണ്ട്? ഇതെന്ന് പറഞ്ഞാൽ 2ൻ്റെ മൾട്ടിപ്പിൾ 2 × 2 അല്ലേ? അപ്പോൾ ഇവിടെ 8 ഉണ്ട്. 4 × 2 8 ഉണ്ട്. ഓക്കെ, ആ ഇവിടെ ഒരു 2 ഉള്ളൂ, ഇവിടെ 4 ഉള്ളൂ. ഇവിടെ 4 × 2 ഉണ്ട്. അതുകൊണ്ട് ഞാൻ എടുത്തു 4 × 2 ഞാൻ എടുത്തു. ഓക്കെ, ഇനി അടുത്ത 3ൻ്റെ മൾട്ടിപ്പിൾ. ഇവിടെ ഒരു 3 ഉള്ളൂ, ഇവിടെ 2 3 ഉണ്ട്, ഇവിടെ ഒരു 3 ഉള്ളൂ. ഞാൻ 2 3 എടുത്തു, 9. ഓക്കെ, 9 × 8 72 എൻ്റെ LCM എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അതായത് ഇവിടെ 2 × 2 ആണുള്ളത്. ഇവിടെ ഒരു 2 ഉള്ളൂ, ഇവിടെ 3 2 ഉണ്ട്. അപ്പോൾ 3 2 ഞാൻ എടുത്തു, അപ്പോൾ 8 ആയി. ഇവിടെ ഒരു 3 ഉള്ളൂ, 2 3 ഉണ്ട്, ഒരു 3 ഉള്ളൂ. അപ്പോൾ 2 3 ഞാൻ എടുത്തു, അപ്പോൾ എനിക്ക് 9 ആയി. 9 × 8 72. അതാണ് LCM. ഓക്കെ, അപ്പോൾ 12 × 6. 12 × 6 ആണ് 72 എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ എത്ര വരും? 6 30/72 പ്ലസ് ഇനി എനിക്ക് എന്ത് ചെയ്യണം? 18 എത്രയാക്കി മാറ്റണം? 72 ആക്കി മാറ്റണം അല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ 72 എടുത്ത് എങ്ങനെ? 2 3 ഉണ്ടായിരുന്നു, 2 3 എടുത്തു. ഇനി ബാക്കി 8 അല്ലേ എനിക്ക് വേണ്ടത്? അതിലൊരു 2 ഇവിടെ പോയി. ബാക്കി എനിക്ക് 4 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഇതിന് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് 72 ആവും. 18നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ 72 ആവും. ഓക്കെ, അപ്പോൾ ഇതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എത്ര? 28/72 പ്ലസ് ഇനി 24നെ എനിക്ക് മാറ്റണ്ടേ? 24നെ മാറ്റണം. ഇനി ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് എന്താവും? 72 മാറും. 33/72. ഓക്കെ ആണല്ലോ? ഇതെല്ലാം കൂടണം അല്ലേ? അപ്പോൾ 30 50 50 30 80 88 91 91/72. ഇത്രയുള്ള പരിപാടി. ചെറുതാക്കി എഴുതാൻ അറിയാലോ? ഓക്കെ, ഇത് നോക്കിയോ, 3 2 എത്രയാണ്? 5 ആണല്ലേ? 5 ആണ്. ഇനി 7 8 അല്ലേ? എനിക്ക് LCM എടുത്തല്ലേ പറ്റൂ. LCM എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലാതെ വേറെ വഴിയില്ല. കാരണം അടുത്തടുത്ത നമ്പറാണ്. അപ്പോൾ എന്ത് ചെയ്യുക? 8 × 4 32 32 പ്ലസ് 35/56. ഇത് സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് ചെയ്യും? ഉത്തരം കിട്ടും. ഇനി അടുത്ത് നോക്കിയോ, 14 ഉണ്ട്. 14 എന്ന് പറഞ്ഞാൽ 7 × 2 എന്ന് പറഞ്ഞാൽ 7 × 3. ഇതെന്ന് പറഞ്ഞാൽ എന്താ? 2 × 3. അപ്പോൾ 2 താണ്ടേ, 3 താണ്ടേ, ഒരു 7. ഇത്ര എടുക്കുമ്പോൾ എനിക്ക് എന്താവും? LCM ആവും. നോക്കൂ, 3 × 2 6 6 7 42. 42 ആണ് LCM. ഓക്കെ, അപ്പോൾ 14 × എത്ര എടുക്കും? 3. 14 × 3 എന്ന് പറഞ്ഞാൽ 42 ആണ്. അപ്പോൾ 2ന് മേളിൽ താഴെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 27/42. ഇനി പ്ലസ് 21 അല്ലേ? ഇത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? 42 ആവും. അപ്പോൾ എത്ര വരും? 22/42 പ്ലസ് 6ന് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ എനിക്ക് 42 ആവണമെങ്കിൽ 6 × 7 6 7 42. അപ്പം മേലും 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 35/42. എല്ലാം കൂട്ടുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഡിനോമിനേറ്റർ ആയില്ലേ? ന്യൂമറേറ്റർ കൂട്ടി ഉത്തരം എഴുതിയാൽ മതി. ഇനി അത് നോക്കിയോ, 4 2 6. ഇത്ര ഓക്കെ തന്നെ. ഇനി ഡിനോമിനേറ്റർ 15 ആക്കിയാൽ പോരെ? 10 എന്ത് ചെയ്യും? 15 ആകും. പകുതി എടുത്ത് ഞാനങ്ങ് കൂട്ടും. അപ്പോൾ എത്ര വരും? 1.5 ഇതിനൂടെ കൂട്ടണം. 1.5 കൂട്ടുമ്പോൾ എനിക്ക് എത്ര വരും? 4.5 വരും. 4.5 7 11.5 11.5 അല്ലേ? അപ്പോൾ 11.5/15 എന്ന് വരും. ഇരട്ട എടുക്കുമ്പോൾ ഇത്ര 6 23/30 എന്ന് വരും. ക്ലിയർ ആണേ? ആ, ഇത് നോക്കൂ,
18. 18 എന്ന് പറഞ്ഞാൽ 9 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ എത്ര? 6 ഇൻറ്റു 4 അല്ലേ? 6 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 6 ഇൻറ്റു 6. ഓക്കെ, ഇത് കണ്ടോ, ഇവിടെ എത്ര ഉണ്ട്? 2 ഉണ്ട്, 4 ഉണ്ട്. അപ്പോൾ എത്രയായി? 8 ഉണ്ട് ഇവിടെ ഇല്ലേ? ഇവിടെ എത്ര ഉണ്ട്? 2, 3 ഉണ്ട്. 2, 3, 3, 2 ആണ് ഉള്ളത്. അപ്പോൾ 8 ഇൻറ്റു 9 ചെയ്യണം. 9 72 ആയിരിക്കും ഇതിൻ്റെ LCM എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, 72. അപ്പോൾ ഇതിലൂടെ എത്ര ഞാൻ മൾട്ടിപ്ലൈ ചെയ്യണം? ഇനി ഇതിലൂടെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് എത്ര ആവും? 72 ആവും. അപ്പോൾ 72 ആവണം. 4 മൾട്ടിപ്ലൈ ചെയ്യണം. 13 ഇൻറ്റു 4 വരുന്നത് അല്ലേ? 13 എത്ര? 52. ഇനി പ്ലസ് ഇതിനോട് എത്ര മൾട്ടിപ്ലൈ ആണ്? ഇനി ഇതിനോട് ഞാൻ ഒരു 3 കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് 72 ആവും. അപ്പോൾ 3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര? 21. ഓക്കെ ആണല്ലോ. പ്ലസ് ഇതിനോട് എത്ര മൾട്ടിപ്ലൈ ചെയ്യണം? ഇതിനൂടെ ഞാനൊരു 3 മൾട്ടിപ്ലൈ ചെയ്യണം. വേണ്ട, 3 മൾട്ടിപ്ലൈ ചെയ്യണ്ട. ഇതിനോട് ഞാൻ ഒരു 2 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര ആവും? 22 ആവും. അപ്പോൾ 22/72 എല്ലാം കൂട്ടുമ്പോൾ എനിക്ക് എത്ര വരും? ഉത്തരം കിട്ടും. ക്ലിയർ ആണേ? നോക്കിയോ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത 5 + 1 6ആണല്ലേ? 5 + 1 6ആണ്. ഇനി 2/9 ഉണ്ട്, 5/12 ഉണ്ട്. നമുക്ക് വേറെ ചെയ്ത് നോക്കാം അല്ലേ? 2/9 5/12 നോക്കിയോ. 2/9 5/12. 2/9 + 5/12 ഉണ്ടല്ലേ? ചെയ്ത് നോക്കിയാണേ. എനിക്കെന്തറിയാം? ഇതിലൂടെ 3 കൂട്ടിയാൽ 12 ആകുമെന്ന് എനിക്കറിയാം അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? ഇതിനൂടെ 3-1 കൂട്ടുകയല്ലേ വേണ്ടത്? ആണ്. ഇപ്പം ചെയ്യുന്ന പരിപാടി, ഇതിനെ ബേസ് 12 ആക്കാൻ പോകണേ. നോക്കിയോ. അപ്പോൾ 2ൻ്റെ കൂടെ ഞാൻ എത്ര കൂട്ടണം? ഇതിൻ്റെ 3-1 കൂട്ടണം. അതായത് 2/3 കൂട്ടണം. അപ്പോൾ എനിക്ക് എത്ര ആവും ബേസ്? 12 ആവത്തില്ലേ? ആവും. അപ്പോൾ ഇതെങ്ങനെ വരും? 3 × 2 6, 6ഉം 7, 8, 8/3 വരും അല്ലേ? അപ്പോൾ 8/3/12 എന്നല്ലേ വരുന്നത്? ആണ്. ഇനി മറ്റേന്ന് നോക്കൂ, 5/12 എനിക്കുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടി എനിക്ക് എഴുതിക്കൂടെ? എഴുതാം. അപ്പോൾ വരും, കൂട്ടുമ്പോൾ 8/3 + 5 അല്ലേ? 8/3 + 5 എന്ന് വരും. അപ്പോൾ എത്ര? 15ഉം 8ഉം 23 അല്ലേ? 23/3 എന്ന് വരും. ഇനി ബൈ ഒരു 12 ഇല്ലേ? ബൈ ഒരു 12. അപ്പോൾ ഈ മൊത്തത്തിൽ എത്ര വരും? 23/36 എന്ന് വരും. ക്ലിയർ ആണോ? ആ. ഇനി നമുക്ക് ഇതല്ലാതെ ചെയ്ത് നോക്കണ്ടേ? ഇത് 23/36 തന്നെ വരുമോ എന്നൊന്നും അറിയണ്ടേ? അപ്പോൾ നമുക്ക് ഇതൊന്നും അല്ലാതെ ചെയ്ത് നോക്കാം. എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം ഡയറക്റ്റ് ആയിട്ട്. നമുക്ക് അതിൽ ഉത്തരം ഉണ്ടല്ലോ. അല്ല, നമുക്ക് ചെയ്ത് നോക്കാം. 12 24 വരും അല്ലേ? 24 9 5 45 45 അല്ലേ? 12 × 9 എത്ര? 108 വരും. ഓക്കെ ആണല്ലോ. അപ്പോൾ 24 45 കൂടെ കൂട്ടണം. 45 കൂട്ടുമ്പോൾ എത്ര? 69/108. ഇത് രണ്ടും എന്ത് ചെയ്യാൻ പോവാ? 3 കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യാൻ പോവാം. ന്യൂമറേറ്ററിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? എനിക്ക് 23 വരും. ഓക്കെ ആണല്ലോ. ഡിനോമിനേറ്ററിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴോ 36 വരും. കണ്ടോ? അപ്പോൾ എനിക്ക് ഇതേ ഉത്തരം തന്നെയാണ് എന്ത് ഇവിടെയും കിട്ടിയത്. അപ്പോൾ ഈ രീതി വേണമെങ്കിലും ചെയ്യാം. ചെയ്ത് എക്സ്പെർട്ട് കുറച്ചും കൂടെ ചെയ്ത് എന്താ ബേസ് ഓക്കെ ആകുമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ഏത് രീതി വേണമെങ്കിലും ചെയ്യാം. ഇത് ഒറ്റ കോൺസെപ്റ്റേ ഉള്ളൂ. ബേസ് ഈക്വലാക്കുക, ഈക്വലിന് ഫ്രാക്ഷൻ അറിയുക, വേറെ ഒരു പാടുമില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉത്തരം ആ രീതിയിൽ ചെയ്യാം. ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. 15ഉം 20ഉം 25ഉം ഇതിൻ്റെ LCM എത്ര ആയിരിക്കും അറിയോ? ഇതിൻ്റെ LCM എന്ന് പറയുന്നത് നോക്കിയോ, നമുക്ക് മറ്റേ രീതിയിലും ചെയ്യാം. 3 × 5 എന്ന് പറഞ്ഞാൽ എത്ര? 5 × 4 എന്ന് പറഞ്ഞാൽ എത്ര? 5 × 5. ഇതിൻ്റെ LCM എന്ന് പറയുന്നത് 60 ആയിരിക്കും അല്ലേ? 60 ഇല്ലയോ? 60 അല്ല, 60 വരത്തില്ല. 3 വേണം, 4 വേണം, 25 വേണം. 25 × 4 എന്ന് പറഞ്ഞാൽ 100 ആയി. 100 × 300 ആയി. 300 എന്ത് LCM എന്ന് പറയുന്നത്? ഓക്കെയാണോ? 300 അതിൻ്റെ LCM. അപ്പോൾ എന്ത് ചെയ്തു? ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യുക? ഒരു 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? ഇതിലൂടെ 20 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് വരും? 300 ആവും അല്ലേ? അപ്പോൾ 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര? 16 160/300 പ്ലസ് 300 പ്ലസ് ഇതിനെ എന്ത് ചെയ്യണം? 300 ആക്കണ്ടേ? 300 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എത്ര വരും? 15 × 7 എന്ന് വരും അല്ലേ? 15 × 7. 15 × 7 എന്ന് പറഞ്ഞാൽ എത്ര? അപ്പോൾ 15 × 7 എന്ന് പറഞ്ഞാൽ എത്ര? 105 വരും അല്ലേ? 105.
25/300 എന്ന് വരും. ഇനി 25-നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് 300 കിട്ടും? 300 കിട്ടണമെങ്കിൽ എത്ര? 3 × 4 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും? 9 × 12 ചെയ്യണ്ടേ? 12 × 9 ചെയ്യുമ്പോൾ എത്ര വരും? പ്ലസ് 12 × 9 ചെയ്യുമ്പോൾ 108 അല്ലേ? 108/300 വരും. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എനിക്ക് ഉത്തരവായി. ഓക്കെ, അത് നോക്കൂ. 3 × 2 = 5. നോക്കൂ, ഇതെന്ന് പറഞ്ഞാൽ എത്ര? പകുതി 14 7 കൂട്ടിയാൽ എനിക്ക് എത്ര വരും? 21 വരും. അപ്പോൾ ഇതിൻ്റെ പകുതി എനിക്ക് കൂട്ടി എഴുതിയാൽ പോരെ? മതി. 11ൻ്റെ പകുതി എത്ര? 11ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 5.5 ആണ്. 5.5 11 കൂട്ടി 16.5 വരും. 16.5 5 എത്ര? 21.5. 21.5/21 വരും. അപ്പോൾ 6 സംതിങ് എന്നൊരു ഉത്തരം. അതെ, അല്ലെങ്കിൽ 6.6 1/42 എന്ന് വരുമായിരിക്കും അല്ലേ? 1/42. അടുത്ത് നോക്കൂ. അടുത്ത് 24 18 16 ആണ്. എന്ന് പറഞ്ഞാൽ എത്ര? 8 × 2 ആണ് അല്ലേ? 8 × 2 എന്ന് പറഞ്ഞാൽ എത്ര? 9 × 2 എത്ര? 6 × 4. ഓക്കെയാണോ? അതായത് 3 × 2 × 4. അപ്പോൾ 2 എല്ലാം കൂടെ എനിക്ക് എത്ര മതി? 16ൻ്റെ കൊണ്ട് എല്ലാ 2 കൂടെ ചേർത്ത് ഒറ്റെണ്ണം എടുത്താൽ മതി. ഇനി 3 എടുക്കണ്ടേ? ഇവിടെ 3 × 3 9 ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ LCM എന്ന് പറയുന്നത് 16 × 9 ആയിരിക്കും അതിൻ്റെ LCM എന്ന് പറയുന്നത്. ഓക്കെ, 16 × 9 ആയിരിക്കും അതിൻ്റെ LCM. 16 × 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 144 ആണ്. ഓക്കെ, നോക്കൂ. അപ്പോൾ ഇതിനെന്ത് ചെയ്യണം? എനിക്ക് 144 ആക്കി മാറ്റണം. ഇവിടെ എനിക്ക് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഇനി 3 × 2 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 6 കൊണ്ട് മൾട്ടിപ്ലൈ കഴിയുമ്പോൾ എനിക്ക് ഉത്തരം കിട്ടും. 6 കൊണ്ട് 16 17 × 6 എത്ര വരും? നമ്മൾ 154 അല്ലേ? 154 പ്ലസ് ഇവിടെ 157 വരും. 144 പ്ലസ് 144. അപ്പോൾ ഇതിനെന്ത് ഇത്ര മൾട്ടിപ്ലൈ ചെയ്യണം? ഇനി ഇതിനെ ഞാൻ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 13 × 8 13 × 8. ഇനി എത്ര വരും? ഇവിടെ ഞാൻ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 9 × 5. ഇത് എത്ര കിട്ടും? ഉത്തരം കിട്ടും. ഓക്കെ, അപ്പോൾ 17 × 6 എന്ന് പറഞ്ഞാൽ എത്ര വരും? 102 വരും അല്ലേ? 102. ഇനി 13 × 8 ആണല്ലേ? 13 × 8 എന്ന് പറഞ്ഞാൽ 104 ആണ് അല്ലേ? 104. 9 × 5 45. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് ചെയ്യും? ഉത്തരം കിട്ടും. ഇത് നോക്കിയോ, 6 × 10 ഉള്ളത് = 10. ബാക്കി കൂട്ടിയാൽ പോരെ? 8നെ 12 4 കൂട്ടിയാൽ മതി. അപ്പോൾ എന്ത് ചെയ്യണം? പകുതി എടുത്ത് കൂട്ടാം. 1.5 4.5 വരും അല്ലേ? ഇവിടെ 1.5 കൂട്ടുമ്പോൾ 4.5 4.5 5 എന്ന് പറഞ്ഞാൽ 9.5 9.5/12 അല്ലേ? അപ്പോൾ എത്ര വരും? എനിക്ക് 10 9 × 18 ഒന്നും 19 ഇല്ല 19/24 എന്ന് വരും. ക്ലിയർ ആണേ? ആ, ഇനി ബാക്കി നോക്കിയോ. 7/15 ഉണ്ടല്ലേ? 7/15 18 20 എന്ന് പറഞ്ഞാൽ LCM എന്ന് പറയുന്നത് 15. അപ്പം 3 × 5 എന്ന് പറഞ്ഞാൽ എത്ര? 9 × 2 എന്ന് പറഞ്ഞാലോ 4 × 5 ആണ്. അപ്പോൾ 3ൻ്റെ എല്ലാം കൂടെ ചേർത്ത് ഒരു 9 എടുത്തു. 5 കൂടെ ചേർത്ത് ഒരു 5 എടുത്തു. ഇനി എന്ത് ചെയ്തു? ഒരു 4 കൂടെ എടുത്തു. ഓക്കെ ആണോ? അപ്പോൾ അതിൻ്റെ LCM എത്ര ആയിരിക്കും? LCM എന്ന് പറയുന്നത് 9 × 20 ആയിരിക്കും. 9 × 20 എന്ന് പറഞ്ഞാൽ എത്ര? 180 ആയിരിക്കും അതിൻ്റെ LCM എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം 180 LCM അല്ലേ? 180 ആയിരിക്കും. ഇനി 15 എത്ര മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് 180 ആകുന്നത്? 15നെ എനിക്ക് 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് 180 ആവും. 12. അപ്പോൾ 7 × 12 ആണ് അല്ലേ? 7 × 12 വെച്ചാൽ 84 ആണ്. 84 പ്ലസ്. ഇനി 18നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് ആവും? 18നെ എനിക്ക് ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ 180 അല്ലേ? അപ്പോൾ 110/180 ആവും. പ്ലസ് 20നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഞാൻ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? അപ്പോൾ 13 × 9 എത്ര? 117 117/180 എല്ലാം കൂടെ കൂട്ടിയിട്ട് ചേർക്കുമ്പോൾ ഉത്തരമാവും. ഇനി നോക്കിയോ, 3 + 2 എത്ര? 5 5 1 6. ഇനി 6 9 4. ഇതിൻ്റെ LCM എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 36 ആയിരിക്കും. 36. അപ്പോൾ 6 × 6 ആണ് 36 അല്ലേ? അപ്പോൾ 5 × 6 30. 30/36 പ്ലസ്
9 × 4 അല്ലേ? അപ്പോൾ 28/36 പ്ലസ് 4 × 9 അല്ലേ? 4 36 ആണ്. അപ്പോൾ ഇവിടെ എത്ര വരും? 9/36 എന്ന് വരും അല്ലേ? രണ്ടിലും കൂട്ടി ചെറുതാകും ഉത്തരമായി. ഇനി അടുത്തത് 30 ഉം 24 ഉം 20. 30 എന്ന് പറഞ്ഞാൽ എത്ര? 3 × 5 × 2. 24 പറഞ്ഞാലോ 2 × 3 6 അല്ലേ? ഇൻറ്റു 2 × 2. ഇനി ഇവിടെ 5 × 4. അപ്പോൾ നോക്കിയോ, ഒരു 3 എടുത്തു, ഒരു 5 എടുത്തു. ഇനി ഇവിടെ എത്ര ഉണ്ട്? 8 ഉണ്ട് അല്ലേ? 8 എടുത്തു. ഇതാണ് അതിൻ്റെ LCM എന്ന് പറയുന്നത്. ഓക്കെ, 40 × 3 അത് വരും 120 ഒരു LCM. അപ്പോൾ ഇതിന് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ആണ്? ഞാൻ 4 കൊണ്ട് മൾട്ടിപ്ലൈ ആണ് അല്ലേ 120 ആവാനായിട്ട്. 120. ഈ 19 × 4 19 4 പറഞ്ഞാൽ എത്ര? 76 പ്ലസ് ഈ 24 എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 5 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും? 11 × 5 50. 55/120 പ്ലസ് ഇനി ഇത് 120 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 6 7 42 അല്ലേ? 6 7 42/120. ഓക്കെ ആണോ? അടുത്ത 4 1 5 വരും അല്ലേ? 5. ഇനി 13/15 13/15 പ്ലസ് 8/21. ഇതെന്ത് ചെയ്യണം? LCM എടുക്കുക. പരസ്പരം മൾട്ടിപ്ലൈ ചെയ്ത് LCM എടുക്കുക അല്ലേ? അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതി എന്തുവാ? 3 × 5 എന്ന് പറഞ്ഞാൽ എത്ര? 3 × 7 ആണ് അല്ലേ? ഇടയിൽ 3 ഉണ്ട്. അപ്പം 1 3 5 7 അല്ലേ? 7 30 7 35 35 × 3 ചെയ്താൽ മതി. 35 × 3 പറഞ്ഞാൽ എത്ര? 90 105 വരും. 105 ആണ് ഇതിൻ്റെ LCM വരുന്നത്. അപ്പോൾ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് ഉത്തരം കിട്ടും. ഇത് നോക്കിയോ, എന്ന് പറഞ്ഞാൽ എന്താ? 2 × 7 3 × 7 എന്ന് പറഞ്ഞാലോ 9 × 2. ഇത് ചെയ്യാൻ എന്ത് ചെയ്യണം? 9 എടുക്കണം, ഒരു 2 ഉണ്ട്, ഒരു 7 ഉണ്ട്. ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? എനിക്ക് LCM കിട്ടും. LCM എടുത്ത് സോൾവ് ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്ത് ചെയ്യണം? അഡീഷൻ്റെ 1 2 3 4 5 5 ക്വസ്റ്റ്യൻ ബാക്കി റിമൈനിങ് ഉണ്ട്. അതെന്ത് ചെയ്യുക? ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. ഇത് നമുക്ക് അടുത്ത എന്തിലേക്ക് പോകാം? സബ്സ്ട്രാക്ഷനിലേക്ക് പോകാം അല്ലേ? സബ്സ്ട്രാക്ഷൻ അയ്യോ, ഇത് ഒരു 50 ക്വസ്റ്റ്യൻ ആണ് ചെയ്യാം. 4/5 - 1/5 എത്ര വരും? എനിക്ക് ഡിനോമിനേറ്റർ അല്ലേ? കുറച്ചുകൂടെ എത്ര വരും? 3/5 വരും. ഇനി 5 ഡിനോമിനേറ്റർ വരാം. 5 പോയാൽ 4/5. ഇതൊക്കെ ഇപ്പോൾ സിമ്പിൾ ആയില്ലേ? ഇനി 7 5 പോയി കഴിഞ്ഞാൽ എത്ര? 2/5. അടുത്ത 11 4 പോയി കഴിഞ്ഞാൽ എത്ര? 7/15. അടുത്ത 6 2 പോയാൽ 4/7. അടുത്ത 7 3 4 പോയി കഴിഞ്ഞാൽ 3/9 ഈക്വൽ ടു 1/3. അടുത്ത നോക്കിയോ, 7/8 5/8. ഡിനോമിനേറ്റർ ഈക്വൽ ആയതുകൊണ്ട് കുറച്ച് എഴുതാം അല്ലേ? 2/8. ഇനി 3/5 ഉണ്ട്, 2/5 ഉണ്ട്. 3/5 2/5 പോയി കഴിഞ്ഞാൽ എത്ര വരും? 1/5. അപ്പോൾ 1/5 വരും അല്ലേ? അടുത്ത 9 7 പോയി കഴിഞ്ഞാൽ 2/10 ഈക്വൽ ടു 1/5. അടുത്തത് നോക്കിയോ, 1/6 5/6 പോകണം കണ്ടോ? അപ്പോൾ എനിക്കിവിടെ 2 1 ഞാൻ കുറച്ചു. ഓക്കെ, 2 1 കുറച്ചു. എനിക്ക് ബാക്കി എത്ര ഉണ്ട്? 1 ഉണ്ട്. അപ്പോൾ 1/6 മൈനസ് 5/6 അല്ലേ ഉള്ളത്. ഇനി 1/6 5 നമുക്ക് പുതിയ വഴി എടുത്ത് എഴുതാം കേട്ടോ. 2 1/6 1/5. അപ്പോൾ 2 1/6 മൈനസ് 1 5/6 അല്ലേ? ആണ്. ഇതിനെല്ലാം സെപ്പറേറ്റ് ആക്കി എഴുതാൻ പോണേ. 2 പ്ലസ് 1/6 മൈനസ് ബ്രാക്കറ്റ് 1 പ്ലസ് 5/6 ഇല്ലേ വരുന്നത്? 2 പ്ലസ് 1/6 മൈനസ് 1 മൈനസ് 5/6 എന്നാണ് വരുന്നത്. 2 മൈനസ് 1 1. ഇനി 1/6 മൈനസ് 5/6 അല്ലേ? ആണ്. ഇനി 1/6 5/6 കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? 1/6 എന്തായാലും പോവല്ലോ അല്ലേ? അപ്പോൾ ഞാൻ എഴുതി 1 പ്ലസ് 4/6 എന്ന് എനിക്ക് എഴുതാലോ. തിരിച്ചെഴുതി നോക്കും. 5/6 കൂടെ 1/6 കൂട്ടി. മൈനസ് 5/6 1/6 കൂട്ടുമ്പോൾ എനിക്ക് ഇത്ര 4/6 അല്ലേ ഉള്ളത്? മൈനസ്. അപ്പോൾ വലുതും ചേർത്ത് കുറച്ചിട്ട് വലുതിൻ്റെ സൈൻ അല്ലേ ഉള്ളത്.
ആണ്. മൈനസ് ഇട്ട് കൊടുത്തു. -4/6 വന്നു. ഇനി 1ൽ നിന്ന് 4/6 പോയെങ്കിൽ ബാക്കി എത്ര ഉണ്ട്? 2/6 ആണുള്ളത്. അതായത് 1 എന്ന് പറഞ്ഞാൽ എത്ര? 6/6 ആ. 6/6 4/6 എത്ര? 2/6 ആ. ക്ലിയർ ആയോ ആ ഭാഗം? അതായത് 2ൽ നിന്ന് 1 പോയി, 1 എഴുതി, +1/6 അതുപോലെ എഴുതി, -5/6 താത്തിറക്കി. ഇനി 1/6 ഇവിടെ ഉണ്ട്. ഇനി -5/6 ഇവിടെ ഉണ്ട്. രണ്ടും വ്യത്യസ്ത സിമ്പൽ ആയതുകൊണ്ട് വലുതിൽ നിന്നും ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ സൈൻ കൊടുക്കണം. 5/6 -1/6 4/6 വന്നു. 4/6 വന്നിട്ട് എന്ത് ചെയ്യണം? വലുതിൻ്റെ സൈൻ എത്ര? 5 അല്ലേ? മൈനസ് കൊടുത്തു. 1 - 4/6. 1ൽ നിന്ന് 4/6 പോയി കഴിഞ്ഞാൽ 2/6 റിമൈനിങ് വരും. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പോൾ ഇത് വരും 2/6 റിമൈനിങ്. ഓക്കെ. നോക്കിയോട്ട് സെയിം അല്ലയോ? അപ്പോൾ എന്ത് ചെയ്യണം? 15 5 കുറച്ചു. 6/12 = 1/2. ഇത് നോക്കിയോ, 4/7 6/7 നമുക്ക് വേറെ രീതിയിൽ ചെയ്ത് നോക്കാം അല്ലേ? 1ൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? 6/7 കുറയ്ക്കാം. 1ൽ നിന്ന് 6/7 ബാക്കി എനിക്ക് എത്ര ഉണ്ട്? 1/7 ഉണ്ട്. 1/7 ഇതിനോട് കൂട്ടിയാൽ പോരെ? അപ്പോൾ എത്ര വരും എനിക്ക്? 5/7 വരും. എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ ഒന്ന് റൂട്ട് മാറ്റി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ 8ൽ നിന്ന് 2 പോയി എത്ര? 6/9 അല്ലേ? 6/9 സാറിന് എത്ര? = 2/3 വരും. അത് നോക്കിയോ, 2ൽ നിന്ന് പോയി 1 ഉണ്ട്. 3/8 നിന്ന് 7/8 കുറയ്ക്കണം അല്ലേ? പ്ലസ് കൊടുത്തിട്ട് 3/8 - 7/8 7/8 എന്ന് വരും. ഞാൻ 1ൽ നിന്ന് 7/8 കുറച്ചു. അപ്പോൾ എനിക്ക് ഇത്ര റിമൈനിങ് ഉണ്ട്? 1/8 റിമൈനിങ് ഉണ്ട്. അത് ഇതിൻ്റെ കൂടെ ഞാനും കൂട്ടി. അപ്പോൾ എത്ര വരും? 4/8 വരും. ഇതിൽ 1/2 തന്നെ വരും അല്ലേ? ഇനി നോക്കിയോ, 1ൽ നിന്ന് 9/10 ഞാൻ കുറയ്ക്കുക. അപ്പോൾ എനിക്ക് റിമൈനിങ് എത്ര ഉണ്ട്? 1/10 ഉണ്ട്. അത് 5/6 ഞാൻ കൂട്ടി. അപ്പോൾ എത്ര വരും എനിക്ക്? 6/10 എന്ന് വരും. ഇതിൽ എത്ര? 3/5 വരും. ക്ലിയർ ആണ്? ഇനിയാണ് നമ്മുടെ LCM പരിപാടി തുടങ്ങാൻ പോകുന്നത്. 6 4 ഇല്ലയോ? 6 4 ആണ്. അപ്പോൾ എനിക്ക് എത്ര LCM വരും? 12 വരും LCM. 12 എന്ന് പറയുമ്പോൾ എത്ര വരും? അപ്പോൾ 9/12 - 2/12 എന്ന് വരും. = 7/12 എന്ന് വരും. ഓക്കെ. ഇനി ഇവിടെ എത്ര? 6 4 ഇല്ലയോ? സെയിം സാധനം 12 ആണ് LCM. അപ്പോൾ എന്ത് ചെയ്യണം ഞാൻ? 10/12 മൈനസ് ഇവിടെ എത്ര? 3/12 = 7/12. ഇനി 8ഉം 10ഉം ആണ്. എത്രയായിരിക്കും LCM? 40 ആയിരിക്കും LCM അല്ലേ? ഇതിന് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 35 മൈനസ് എത്ര വരും? 4 കൊണ്ട് മൾട്ടിപ്ലൈ അല്ലേ? അപ്പോൾ 12/10 എന്ന് വരും. എനിക്ക് എത്ര വരും ഉത്തരം? എത്ര വരും എന്ന് വെച്ചാൽ 35 12 പറയാം. 35 12 കുറച്ചാൽ 23 അല്ലേ? 23/10. ഇതിനെ ചെറുതാക്കിക്കൂടെ? മിക്സഡ് ഫ്രാക്ഷൻ ആക്കി ഇതിനെ എഴുതാൻ പറ്റും. ഇനി ഇതിനെന്ത് ചെയ്യണം? കുറയ്ക്കണം. എന്ത് ചെയ്യണം? ഡിനോമിനേറ്റർ ഈക്വൽ ആക്കുക. 5/9 മൈനസ് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? അപ്പോൾ 6/9 എന്ന് വരും. -1/9 വരും. കാരണം 5 6 പോകുന്നേ. 5 4 പോകുമ്പോൾ മൈനസ് വരും. ഇനി 1/2 മൈനസ് 3/4. ഇതെനിക്ക് 2 രീതി നോക്കാം കേട്ടോ. എന്ന് പറഞ്ഞാൽ 1/2 1/2 നിന്നും 3/4 കുറയ്ക്കണം. 1/2 3/4 പോയ എത്ര? എനിക്ക് 3/4 നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ 7/5 - 2 7/10 - 2/5 ഡിനോമിനേറ്റർ ഈക്വൽ ആക്കണം. അപ്പോൾ എത്ര വരും? 7/10 - 4/10 = 3/10. ഓക്കെ ആന്നേ. അടുത്ത് നോക്കിയോ, 5 കിട്ടുമോ അല്ലേ? അപ്പോൾ ഈ എത്ര വരും? LCM 40 വരും. അടുത്തടുത്ത നമ്പറില്ലേ? പരസ്പരം മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലൈ ഡയറക്റ്റ് ഉത്തരം എഴുതാം. എത്ര വരും? 32 - 15/40 എന്ന് വരും. ഓക്കെ ആണല്ലോ. ഇനി 32 15 പോയി കഴിഞ്ഞാൽ എത്ര വരും? 17 17/40. ഓക്കെ ആന്നേ. ഇനി 2ൽ നിന്ന് 1 പോയാൽ 1 ഉണ്ട്. ആ 1ൽ നിന്ന് 5/6 പോയാൽ 1/6 ഉണ്ട് അല്ലേ? ഇനി ആ 1/6 എന്തിനോട് കൂട്ടണം? 1/3 കൂട്ടണം. അപ്പോൾ എനിക്ക് എത്ര വരും? 3/6 വരും അല്ലേ? 3/6 എന്ന് പറഞ്ഞാൽ എത്ര? 1/2 വരും. ഓക്കെ ആണോ? ഇനി അടുത്ത് നോക്കിയോ, 5/12 1/8. 1/8 എന്താക്കണം? 12 ആക്കി മാറ്റണം. പകുതി എടുത്ത് കൂട്ടിയാൽ പോരെ? മതി. 5/12 മൈനസ് ഇനി പകുതി എടുത്ത് കൂട്ടുമ്പോൾ എത്ര വരും? 0.5 അല്ലേ? 1.5/12 എന്ന് വരും. കുറയ്ക്കണ്ടേ? 5 1.5 പോയി കഴിഞ്ഞാൽ എത്ര? 3.5/12
കിട്ടുള്ളൂ. 3.5 എന്ന് പറഞ്ഞാൽ എത്ര? 7/24. കിട്ടിയോ? ഓക്കെ. ഇവിടെ നോക്കിയോ, 9ഉം 15ഉം എത്ര ആയിരിക്കും LCM എന്ന് പറയുന്നത്? 9 × 5 45 ആയിരിക്കും LCM എന്ന് പറയുന്നത്. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? 35/45 മൈനസ് 12/45. എത്താ? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 12/45. കുറച്ച് എഴുതുമ്പോൾ എന്തായി? ഉത്തരമായി. അടുത്ത 3/5 അല്ലേ? 1 + 3/5 മൈനസ് 7/10 ആണല്ലേ? പ്ലസ് എനിക്ക് കൊടുത്ത് എഴുതാലോ. ഓക്കെ. 1ൽ നിന്ന് 7/10 പോയി കഴിഞ്ഞാൽ ബാക്കി എനിക്ക് എത്ര ഉണ്ട്? 3/10 ബാക്കിയുണ്ട്. 3/10 ഏതിനോട് കൂട്ടണം? ഇതിൻ്റെ കൂടെ കൂട്ടണം. 3/5നോട് കൂട്ടണം. 3/5 ഇക്വലിന് ഫ്രാക്ഷൻ എത്ര? 6/10. എനിക്ക് എത്ര ഉണ്ട്? 3/10. 6/10 ഇവിടെ ഉണ്ട്. കൂട്ടുമ്പോൾ എത്ര? 9/10 വരും. ഇക്വൽ ടു 9/10 വരും. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി അടുത്ത് നോക്കിയോ, 11/12 അല്ലേ? 11/12 ഉണ്ട്, 5/18 ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ 3 × 4 എന്ന് പറഞ്ഞാൽ എത്ര? 3 × 3 × 2. ഇപ്പോൾ LCM എത്ര ആയിരിക്കും? എനിക്ക് 9 × 4 ആയിരിക്കും. 9 × 36 ആണ് അതിൻ്റെ LCM എന്ന് പറയുന്നത്. അപ്പോൾ 33/36. ഇതിൻ്റെ LCM എത്ര ആയിരിക്കും? അല്ല, LCM ഇല്ല, ഈക്വൽ ഫ്രാക്ഷൻ എത്ര ആയിരിക്കും? 10/36. ഇരട്ടി എടുത്താൽ മതി. അപ്പോൾ 33 10 പോയി കഴിഞ്ഞാൽ 23. 23/36 എന്ന് വരും. അപ്പോൾ എത്ര വരും? 23/36 മതി. ഇനി അടുത്ത് നോക്കിയോ, 3ൽ നിന്ന് 2 പോയി, ബാക്കി എനിക്ക് എത്ര ഉണ്ട്? 1 ഉണ്ട് അല്ലേ? 3ൽ നിന്ന് 2 പോയാൽ ബാക്കി 1 ഉണ്ട്. 1ൽ നിന്ന് 5/6 പോയാൽ എത്ര? 1ൽ നിന്ന് 5/6 പോയി കഴിഞ്ഞാൽ ബാക്കി 1/6 ഉണ്ട്. അപ്പോൾ ബാക്കി എനിക്ക് എത്ര വരും? 1/4 + 1/6. എത്ര വരും എനിക്ക്? LCM എടുക്കുക, അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഉത്തരം കൊണ്ട് എഴുതുക. അപ്പോൾ എത്ര വരും എനിക്ക്? 6 × 4 = 10 അല്ലേ? 10/24 വരും. 10/24. ചെറുതാക്കുമ്പോൾ 5/12 വരും. ഇത് കണ്ടോ? 3 × 5. ഇവിടെ 3 × 4 അല്ലേ? 3 × 5 3 × 4. 3 × 5 15. ഇനി എനിക്ക് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? അപ്പോൾ അതിൻ്റെ LCM എന്ന് പറഞ്ഞാൽ എത്ര വരും? 60 വരും. അതിൻ്റെ LCM എന്ന് പറയുന്നത് 60. അപ്പോൾ ഇതിനെന്ത് ചെയ്യണം? 60 ആക്കാൻ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മേലും താഴെ മുകളിലും താഴെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 4 × 32. 32/60 മൈനസ് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? 25/60. ചെറുതാകുമ്പോൾ ഉത്തരം കിട്ടും. ഇനി 10ഉം 12ഉം അല്ലേ? 10ഉം 12ഉം അടുത്തടുത്ത നമ്പർ അല്ലേ? അടുത്തടുത്ത നമ്പർ ആകുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ പോട്ട്, ഇതെന്ന് പറഞ്ഞാൽ 5 × 2 അല്ലേ? 5 × 2, അതായത് 5 × 2. ഇതെന്ന് പറഞ്ഞാൽ എത്ര? 6 × 2. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതിനോട് ഒരു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത്ര 60 LCM 60. ഓക്കെ. അപ്പോൾ ഇതിനെന്ത് ചെയ്യണം? 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 9 × 6 54. 54/60 മൈനസ് ഇതിന് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 35/60. ഉത്തരമായി. അടുത്ത് നോക്കിയോ, ഈ ക്വസ്റ്റിനൊക്കെ മിക്സ്ഡ് ഫ്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ എളുപ്പമല്ലേ? എനിക്ക് എന്താക്കണ്ട? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കണോ? ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കൂട്ടി എന്ത് ചെയ്യും? ഇംപ്രോപ്പർ ആക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഇത് ഇംപ്രോപ്പർ ആക്കുക. രണ്ടോടെ കുറയ്ക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. 2ൽ നിന്ന് 1 പോയാൽ 1 വരും അല്ലേ? ഇനി ആ 1ൽ നിന്ന് 5/12 പോയി കഴിയുമ്പോൾ ബാക്കി എത്ര വരും? 7/12 വരും. അപ്പോൾ ബാക്കി എത്ര ഉണ്ട്? 3/8 + 7/12 മതി അല്ലേ? ഇതിനെ എനിക്ക് എന്ത് വയ്ക്കാൻ പറ്റും? ഈക്വൽ ഫ്രാക്ഷൻ ആക്കാം അല്ലേ? പകുതി എടുത്ത് കൂട്ടുമ്പോൾ 4/5/12 വരും. 4/5ഉം 7ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 11.5 വരും അല്ലേ? 11.5/12. അപ്പോൾ എനിക്ക് എൻ്റെ ഇരട്ടി എടുക്കുമ്പോൾ ഉത്തരമായി. ഓക്കെ. ഇനി അടുത്തത് 18ഉം 24. അത്ര 9 × 2 എന്ന് പറഞ്ഞാലോ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 × 4. 6 × 4. 6 × 4 എന്ന് പറഞ്ഞാൽ എത്ര? എനിക്ക് 8 × 3 എഴുതാം. 3 × 8. 3 × 8 എഴുതാം. അപ്പോൾ എനിക്കിവിടെ എത്ര ഉണ്ട്? 8 ഉണ്ട്. 9 9 8 72 LCM. 72 അതിൻ്റെ LCM എന്ന് പറയുന്നത്. അപ്പോൾ LCM കിട്ടിയല്ലോ. അത് വെച്ച് എൻ്റെ ഉത്തരം ചെയ്യാം. അടുത്ത 1 + 7/5 - 4/15 അല്ലേ? അപ്പോൾ 1ൽ നിന്ന് 4/15 കുറയണം. 1ൽ 4/15 കുറയ്ക്കാൻ ബാക്കി എനിക്ക് എത്ര വരും? 11/15 ഉണ്ട് അല്ലേ? അപ്പോൾ 11/15 + 7/9 ചെയ്താൽ മതി. ഈ പറയുന്ന കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? അതായത് 1 + 7/9 എന്നാണ്.
അതിപ്പോൾ ഞാൻ 7/9 ഇത് കുറച്ചിട്ട് കൂട്ടിയാലും 1 ഇത് കുറച്ചിട്ട് 7/9 കൂട്ടിയാലും സെയിമാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. 11, 15 പ്ലസ് 7/9 LCM എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. LCM എടുക്കാൻ അറിയാലോ. 3 × 5 ഇവിടെ 3 × 3 അപ്പോൾ 9 45 എന്ത് LCM എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് 12ഉം 18. എളുപ്പമല്ലേ? ഡിനോമിനേറ്റർ ഈക്വൽ ആക്കാൻ പറ്റുമല്ലോ. ഡിനോമിനേറ്റർ ഈക്വൽ ആക്കുമ്പോൾ എന്ത് വരും എന്ന് പറയുന്നത് പകുതി എടുത്ത് കൂട്ടാം അല്ലേ. 3 15 കൂട്ടുമ്പോൾ 10 15 10.5/18 മൈനസ് 5/18. അപ്പോൾ അത് 5.5/18 വരും അല്ലേ. അപ്പോൾ 5.5/18. അപ്പോൾ അതിൻ്റെ ഇരട്ടി എടുക്കുമ്പോൾ എനിക്ക് എന്താവും? ഉത്തരവായി. ഓക്കെ, 4 ൽ നിന്ന് 2 പോയാൽ 2, 2 ൽ നിന്ന് 5/8 വേണം. നമുക്ക് വേറെ എഴുതാനില്ല, വേറെ പേജിൽ എഴുതാം. 4/1/6 258. 4/1/6 2/1/8. ഓക്കെ, നോക്കിയോ എന്ന് പറയുന്നത് 4/1/6 മൈനസ് 2/1/8 ആണ്. 2/1/8 ആണ് എന്ന് പറയാൻ എനിക്ക് എന്താ, ഈ മൈനസ് 2-നും 1/8-നും ബാധകം അല്ലേ. അപ്പോൾ 4/1/6 മൈനസ് 2 മൈനസ് 1/8 എനിക്ക് എഴുതണം. 4 ൽ നിന്ന് 2 പോയാൽ എത്ര? 2 വരും അല്ലേ. 4 ൽ നിന്ന് 2 പോയാൽ 2. ഇനി പ്ലസ് 1/6 മൈനസ് 1/8. 1/6 മൈനസ് 1/8 എന്ന് പറഞ്ഞാൽ എത്ര? 1/6 മൈനസ് 1/8 എന്ന് പറഞ്ഞാൽ LCM എടുത്ത് ചെയ്താൽ മതി അല്ലേ. LCM എടുത്ത് ചെയ്ത് എളുപ്പമായിരിക്കും. LCM എടുക്കുമ്പോൾ വേണം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. തൽക്കാലം നമുക്ക് 6 കിട്ടും. ടേബിൾ അറിയാലോ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. 6 8 ഇല്ലേ. അപ്പോൾ 8 മൈനസ് 6/48. അപ്പം 1/24 വരും. 1/24. 2 പ്ലസ് 1/24 2 1/24 എന്നൊരു ഉത്തരം. ക്ലിയർ ആണല്ലോ. നമ്മൾ ഇവിടെ വരെ ചെയ്തേ, ഇവിടെ വരെ ചെയ്തല്ലേ. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞാൽ എത്ര? 11/15 7/20. LCM എടുക്കാവുന്ന കാര്യമുള്ളൂ. LCM എടുക്കുക, ചെയ്യുക. 3 × 5 ആണ്, 4 × 5 ആണ്. 5 × 4 × 3 3 12 12 5 60. 60 ആണ് അതിൻ്റെ LCM എന്ന് പറയുന്നത്. മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി 27 12 എന്ന് പറയുമ്പോൾ എത്ര? 6ൻ്റെ ഉള്ളൂ അല്ലേ. 6 × 3 അത് 6 × 4. 24 എന്ന് പറഞ്ഞാൽ എത്ര? 6 × 4. 18 എന്ന് പറഞ്ഞാൽ എത്ര? 6 × 3. ഇതിനൊക്കെ എങ്ങനെ എഴുതാൻ പറ്റും? ഇതെന്ന് പറയുന്നത് 3 × 8 ആണ്. ഇതെന്ന് പറയുന്നത് 9 × 2 ആണ്. അപ്പോൾ 9 × 8 9 72 ആണ് എന്ത് അതിൻ്റെ LCM എന്ന് പറയുന്നത് കേട്ടോ. 72 ആണ് LCM. അപ്പോൾ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി 7ഉം 14. 2ൽ നിന്ന് 1 പോയി കഴിഞ്ഞാൽ എത്ര വരും? എനിക്ക് 1 വരും. ആ 1ൽ നിന്ന് 9/14 പോയി. അപ്പോൾ എനിക്ക് എത്ര വരും? 5/14 ബാക്കി വരും. 5/14 എന്തിനോട് കൂട്ടണം? 5/7 കൂട്ടണം. 5/14 5/7 കൂട്ടുമ്പോൾ എനിക്ക് എത്ര വരും? 10/14 പ്ലസ് 5/14 വരും. 10 വരും. 15/14 എന്ന് വരും. ക്ലിയർ ആണോ? ഓക്കെ, ഇതൊക്കെ 30ഉം 20ഉം. 20ൻ്റെ പകുതി എടുത്ത് കൂട്ടിയാൽ പോരെ. അപ്പോൾ എനിക്ക് എത്ര വരും? 19/30 മൈനസ് 7ൻ്റെ പകുതി എത്ര? 3.5. അപ്പോൾ 10.5/30 എന്ന് വരും. കുറച്ച് എഴുതിക്കൂടെ? എളുപ്പമല്ലേ? ആ, അടുത്ത് നോക്കിയോ. 9ഉം 12ഉം അല്ലേ. അപ്പോൾ അത് എന്ത് ചെയ്യുക? LCM എടുക്കുക. LCM എടുക്കുമ്പോൾ എങ്ങനെ വരും? ഇത് 3 × 3 3 × 3. ഇത് 3 × 4. അപ്പോൾ എത്ര വരും? 9 × 4 36. 36 ആണ് എന്ത് ഇതിൻ്റെ LCM എന്ന് പറയുന്നത്. അപ്പോൾ 3 1 പോയി കഴിഞ്ഞാൽ എത്ര? 2 അല്ലേ. 2 പ്ലസ് ഇതിന് 36 ആണ് അല്ലേ. 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 8/36 മൈനസ് ഇതിനെ 36 കണ്ടേ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എത്ര വരും? 15/36 ഇതിനോടെ കുറയ്ക്കണം. അപ്പോൾ എന്ത് ചെയ്യാം? ഈ 2ൽ നിന്ന് കുറയ്ക്കാമല്ലോ എനിക്ക് വേണമെങ്കിൽ. അപ്പം ബാക്കി എനിക്ക് എത്ര വരും? 1 ഇനി 15 കുറയ്ക്കുമ്പോൾ എത്ര? 36. 36 15 21 വരും. ഓക്കെ, 21/36 21/36 അല്ലേ. പ്ലസ് 8/36 ചെയ്യുമ്പോൾ ഉത്തരവായി. ഓക്കെ, ഇനി എന്ന് പറയുന്ന LCM കണ്ടുപിടിക്കുക ചെയ്യുക. സിമ്പിൾ. LCM കണ്ടുപിടിക്കുക ചെയ്യുക. ഇതെന്ത് ചെയ്യുക? LCM കണ്ടുപിടിക്കുക ചെയ്യാവുന്നേ ഉള്ളൂ. ഇതെന്ത് ചെയ്യുക? 24ൻ്റെ പകുതിയാണ് 12. അപ്പോൾ പകുതി എടുത്ത് കൂട്ടി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉത്തരവായി.
ഇതുപോലെ തന്നെ ഞങ്ങൾക്ക് പകുതി എടുത്ത് കൂട്ടിയാൽ മതി. 12 + 6 18 അതും കിട്ടും ഉത്തരം. ഇനി 8ൻ്റെ കൂടെ 4 കൂട്ടിയാൽ 12 ആയില്ലേ, അതും പകുതി എടുത്ത് ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി 15 18 24 ഇതിൻ്റെ 3ൻ്റെ LCM എന്ത് ചെയ്യണം, എടുക്കണം. 15 എന്ന് പറഞ്ഞാൽ എത്ര, 3 × 5. 18 എന്ന് പറഞ്ഞാലോ 9 × 2. 24 എന്ന് പറഞ്ഞാലോ 3 × 8 അല്ലേ, 3 × 8. അപ്പോൾ എന്തെടുത്തു, ഒരു 9 എടുത്തു, ഒരു 5 എടുത്തു, ഒരു 8 എടുത്തു. ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും, LCM ആവും. ഓക്കെ, ഇനി അടുത്ത് നോക്കിയോ, 9ഉം 12ഉം അല്ലേ. 12 9 നമുക്കറിയാം 36 LCM അല്ലേ. അത്ര നമ്മൾ കുറേ തരം ചെയ്തു, 36 ആണ് LCM വരുന്നത്. അത് ചെയ്താൽ മതി. ഇനി 24ഉം 18ഉം 36. 18ഉം 36 ആണെങ്കിൽ എത്ര, 36 LCM. ഇതിനോട് എന്തുകൊണ്ട്, 24 ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, 6 × 4 24 എന്ന് പറഞ്ഞാൽ 6 × 6 ആണ് 24. ഓക്കെ, അപ്പോൾ 6 × 4 എന്ന് പറഞ്ഞാൽ 3 × 8 3 × 8 അതെന്ന് പറഞ്ഞാലോ 9 × 4 അല്ലേ, 9 × 4. ഇനി 9 × 8 72 ആണ് എന്ത്, എനിക്ക് LCM വരുന്നത്. 72 ആണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള LCM. എടുത്ത് കുറച്ചാൽ മതി. ഇനി അത് നോക്കിയോ, 10ഉം 15. 10ഉം 15 വന്നാൽ എത്ര LCM, 30 ആയിരിക്കും LCM. ഓക്കെ, അപ്പോൾ ഇത് വെച്ച് ഇതെല്ലാം ഉത്തരവൊന്ന് എഴുതി പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഇനി അടുത്ത സെക്ഷനിലോട്ട് നമുക്ക്. അടുത്ത സെക്ഷൻ എന്താ, കമ്പൈൻഡ് ആയിട്ടുള്ളതാണ്, കൂട്ടാനും കുറയ്ക്കാനും കൂടെ ഒരുമിച്ചുള്ള സെക്ഷനാണ്. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അയ്യോ, ഡിനോമിനേറ്റർ എല്ലാം ഈക്വൽ അല്ലേ. ഡിനോമിനേറ്റർ ഈക്വൽ ആണെങ്കിൽ എന്ത് ചെയ്യണം, 3 3 4 4 2 പോയാൽ 2 2/4 എന്ന് പറഞ്ഞാൽ 1/2. അപ്പോൾ എളുപ്പമായി വരുന്നുണ്ടോ. ഓക്കെ, ഇനി 5 5 1 പോയാൽ 4 4 3 7 7/6 അല്ലേ, 7/6 7/6 അല്ലേ, 7/6 7/6 എന്ന് പറഞ്ഞാൽ എത്ര, 1 1/6. ഇത് നോക്കൂ, 1/5 2/5 3/5. പോയോ, 1/5 + 2/5 3/5 3/5 3/5 പോയി കഴിഞ്ഞാൽ 0 ആണ്. അപ്പോൾ ബാക്കി റിമൈനിങ് എത്ര, 1 തന്നെ വരും. അടുത്ത 7 ന് 3 പോയാൽ 4 4 5 9. അപ്പോൾ 9/8 = 1 1/8. അടുത്ത് നോക്കിയോ, ഇനി ഇങ്ങനെ എഴുതാം, 4/6 എഴുതാം അല്ലേ. 4/6 + 1/6 മൈനസ് 3/6 എഴുതാം. അപ്പോൾ എല്ലാം ഈക്വൽ ആയില്ലേ. ഇനി 4 + 1 5 5 ന് 3 പോയി കഴിഞ്ഞാൽ 2 2/6 1/3 ആണ് ഉത്തരം. അടുത്ത് നോക്കിയോ, 1/4 3/4 1/2. 1/4 ന്ന് 3/4 പോകണം. അപ്പോൾ എനിക്ക് വരും -1/2 വരും. -2/4 അപ്പോൾ -1/2 വരും. -1/2 + 1/2 എത്ര, 0 ആയി പോകും അല്ലേ. ഇപ്പോൾ 2 ന് 1 പോയി കഴിഞ്ഞാൽ ബാക്കി ഈ 1 വരും. ക്ലിയർ ആണല്ലോ. ഇനി ഇവിടെ എല്ലാം ഡിനോമിനേറ്റർ എന്താ, സെയിം ആണ്. അപ്പോൾ എന്ത് ചെയ്യും, 5 3 8 8 4 പോയി കഴിഞ്ഞാൽ 4. അപ്പോൾ എത്ര, 4/7. ഇവിടെ നോക്കിയോ, ഇവിടെ എന്താക്കണം, ബേസ് 10 ആക്കണം. അപ്പോൾ ന്യൂമറേറ്റർ എന്താവും, 6 ആവും. 6 നിന്ന് പോയി കഴിഞ്ഞാൽ 5 5ൻ്റെ കൂടെ 4 കൂട്ടി കഴിഞ്ഞാൽ 9/10. ക്ലിയർ ആണേ. അടുത്ത ന്യൂമറേറ്റർ ആണ് അല്ലേ. ഇവിടെ എത്ര ആവും, 6 ആവും. മേളിൽ എത്ര ആവും, 4 ആവും. 4 1 5 5 ന് 5 പോയി കഴിഞ്ഞാൽ പോയി, എല്ലാം ക്യാൻസൽ ആയി പോകും. ബാക്കി എത്ര ഉണ്ട്, റിമൈൻഡർ 1 വരും. അപ്പോൾ നോക്കിയോ, ഈക്വൽ ആക്കണ്ടേ. അപ്പോൾ ഇവിടെ എത്ര വരും, 4/10 വരും. 7 4 11 11 നിന്ന് 3 പോയി കഴിഞ്ഞാൽ എത്ര വരും, 6 6/10 6/10 എന്ന് പറഞ്ഞാൽ എത്ര, 2/5. ക്ലിയർ ആണ്. അപ്പോൾ ഇത് നോക്കിയോ, 4 ഉണ്ട് 6 ഉണ്ട് 12 ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെ LCM എത്ര ആയിരിക്കും, 24 ആയിരിക്കും. സ്വാഭാവികമായിട്ട് 24 ആയിരിക്കണം. അപ്പോൾ ഇതിന് 24 ആകണം, എന്ത് ചെയ്യണം, 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എത്ര വരും, 3 6 18 അല്ലേ. 18/24 പ്ലസ് 6 × 4 അപ്പോൾ 4/24 മൈനസ് 10/24. ചേർക്കാൻ പുതിയ ഭാഗം കിട്ടുമല്ലോ. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ഇതിൻ്റെ LCM എടുക്കണം അല്ലേ. ഇതിൻ്റെ LCM എത്ര ആയിരിക്കും, 12 ആയിരിക്കും LCM അല്ലേ. 12 ആണ്. അപ്പോൾ 1 + 8/12 മൈനസ് 10/12 പ്ലസ് ഇത് വരും 3/12 വരും അല്ലേ. ഓക്കെ, 3/12. ഇതെല്ലാം ചെയ്യുമ്പോൾ എന്തായി, ഉത്തരവായി. അടുത്തത് ഇതിൻ്റെ LCM എത്ര ആയിരിക്കും, 40 ആയിരിക്കും LCM അല്ലേ. 8ൻ്റെ ടേബിൾ വരുന്നത് 40 ഉണ്ട്. 10ൻ്റെ ടേബിൾ 40 വരും. 20ൻ്റെ ടേബിളും 40 വരും. അപ്പോൾ എത്ര, ഇതിനെത്ര എന്ത് ചെയ്യണം, 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. 25/40 പ്ലസ് 3 × 4 12 12/40 മൈനസ് 7ൻ്റെ എത്ര മൾട്ടിപ്ലൈ 2 ഉണ്ടല്ലേ. 14/40 ചെയ്യുമ്പം ഉത്തരവായി.
ഇതിൻ്റെ എൽസിയം എത്ര? 18 ആയിരിക്കും അല്ലേ? 9, 18, 3, 18 തന്നെ ആയിരിക്കും എൽസിയം. അപ്പോൾ എത്ര വരും? 14/18 മൈനസ് 6 മൾട്ടിപ്പിൾ അല്ലേ? 12/18 പ്ലസ് 5/18. കുറയ്ക്കാൻ ഡിനോമിനേറ്ററിലേക്ക് വരാല്ലേ? മേളിൽ കിടന്ന് ഓപ്പറേഷൻസ് അതുപോലെ ചെയ്താൽ മതി. 14, 12 പോയാൽ 2, 2, 5, 7, 7, 12 ഉത്തരം വരും. ഇതിൻ്റെ എൽസിയം എത്ര ആയിരിക്കും? 8 ആയിരിക്കും. 2, 8, 4. അപ്പോൾ എൽസിയം എത്ര? 8 തന്നെ. അപ്പോൾ 2 പ്ലസ് 4/8 പ്ലസ് 3/8 മൈനസ് 1 മൈനസ് അല്ലേ? മൈനസ്, കാരണം മൈനസ് 2 ബാധകം, അതുകൊണ്ടാണ് ഇവിടെ മൈനസ് തന്നെ കൊടുക്കുന്നത് കേട്ടോ. എത്ര വരും? 6/8 വരും. ഇതെല്ലാം ചെയ്യുമ്പോൾ എന്തായി? ഉത്തരവായി. അടുത്തത് 6ഉം 8ഉം 12ഉം. ഇതിൻ്റെ എൽസിയം എത്ര? 24. 4 ഇല്ലേ? അപ്പോൾ 20/24 മൈനസ് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 9/24 പ്ലസ് ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 14/24 ചെയ്യുമ്പോൾ ഉത്തരം കിട്ടും. ഇതിൻ്റെ എൽസിയം എത്ര? 10 വരും. ഈക്വൽ ടു 16/10 പ്ലസ് 7/10 മൈനസ് 9/10. ഓക്കെ ആയി. ഇതിൻ്റെ എൽസിയം എത്ര ആയിരിക്കും? ഇതിൻ്റെ എൽസിയം എന്ന് പറയുന്നത് നമുക്കൊരു 70 തന്നെ പിടിക്കും അല്ലേ? 70 പിടിച്ചു കഴിഞ്ഞാൽ കിട്ടും. 14 × 5 ഒക്കെ 70 കറക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 14 × 4 ചെയ്യണം. 14 × 4 എന്ന് പറഞ്ഞാൽ എത്ര? 56. 56/, നമുക്കിപ്പോൾ 70 അല്ലേ? 56/70 പ്ലസ് ഇതിൻ്റെ എത്ര ആയിരിക്കും? 10 കൊണ്ട് ചെയ്യണം അല്ലേ? 20/70. ഇതിൻ്റെയോ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 15/70. ഇതെല്ലാം ചെയ്യുമ്പം ഉത്തരം കിട്ടി. 6ഉം 12ഉം 8ഉം. ഇതിൻ്റെ എൽസിയം എത്ര ആയിരിക്കും? 24 ആയിരിക്കും. 12ൻ്റെ 8 എടുത്താൽ പോലെ. 6ൻ്റെ 12ൻ്റെയും 12ആണ്. 12ൻ്റെ 8ൻ്റെയും 24 ആയിരിക്കും. ഓക്കെ, 24 എൽസിയം. ഇത് നോക്കിയോ, 15ഉം 9ഉം 18ഉം. 15 എന്ന് പറഞ്ഞാൽ എത്ര? 3 × 5. 9 എന്ന് പറഞ്ഞാലോ 3 × 3. ഇത് പറഞ്ഞാലോ 3 × 3 × 2. അപ്പോൾ എത്ര എടുത്തു? 2, 3, 1, 5, 1, 2 അല്ലേ? അപ്പോൾ 2, 10. അപ്പോൾ 90 വരും ഇതിൻ്റെ എൽസിയം എന്ന് പറയുന്നത്. 90 90 ഇതിൻ്റെ എൽസിയം. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത 8ഉം 12ഉം 6ഉം. നമുക്കറിയാം എത്ര? 24 എൽസിയം. അടുത്ത 12ഉം 18ഉം 24. 12 എന്ന് പറഞ്ഞാൽ 3 × 4. ഇതെന്ന് പറഞ്ഞാലോ 9 × 2. ഇതെന്ന് പറഞ്ഞാലോ 3 × 8. അപ്പോൾ എന്തെടുത്തു? ഒരു 8 എടുത്തു, ഒരു 9 എടുത്തു, തീർന്നു. 9 × 8 72. 72 എന്നത് അതിൻ്റെ എൽസിയം. ക്ലിയർ ആണേ? അടുത്ത 9ഉം 12ഉം 18ഉം. 12ഉം 18ഉം നോക്കിയത് അല്ലേ? കാരണം 9ഉം 18ൻ്റെ എൽസിയം 18. 12ൻ്റെ 18 എന്ന് പറയുമ്പോൾ എത്ര? 3 × 4, 9 × 2. അപ്പോൾ 9 × 36. 36 അതിൻ്റെ എൽസിയം. ചെയ്യുമ്പോൾ ഉത്തരം കിട്ടത്തില്ലേ? കിട്ടും. 18ഉം 24ഉം 36. ഓക്കെ, 18, 24, 36 നോക്കുമ്പോൾ 18, 36 വരും. അപ്പോൾ എത്ര? 18, 36ൻ്റെ എൽസിയം എത്ര? 36 എന്ന് പറഞ്ഞാൽ 6 × 6 അല്ലെങ്കിൽ 9 × 4. 9 × 4 36. എന്ന് പറഞ്ഞാലോ 24. 6 × 4 അല്ലേ? 6 × 4 ആണ്. അതായത് 3 × 8 വരും. 3 × 8. അപ്പോൾ 8ഉം 9ഉം 72 എൽസിയം കേട്ടോ. 72 എൽസിയം. ഇത് 10ഉം 8ഉം 20. എൽസിയം എത്ര? 40. ഓക്കെ, കാണുമ്പോഴറിയാലോ. 27ഉം 18ഉം 36. നമ്മൾ നേരെ ചെയ്തല്ലോ. 27ഉം 18ഉം 36. എൽസിയം എത്ര? 72. 72 എൽസിയം. അപ്പോൾ എൽസിയം കിട്ടി കഴിഞ്ഞാൽ പകുതി എളുപ്പമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതി പോകുന്നത് കേട്ടോ. ഈ അടുത്ത് കാരണം വീഡിയോയുടെ ലെങ്തും കൂടുന്നുണ്ട്. അപ്പോൾ അടുത്ത 12ഉം 18ഉം 9ഉം. 12ഉം 18ഉം 9 എടുത്താൽ 18ൻ്റെയും 9ൻ്റെയും 18 എൽസിയം. ഇനി ഇവിടെ എന്ന് പറഞ്ഞാൽ 3 × 4. അപ്പോൾ 9 × 36. 36 ഇതിൻ്റെ എൽസിയം എന്ന് പറയുന്നത്. 36 എൽസിയം. അടുത്ത 30ഉം 20ഉം 60. എൽസിയം എത്ര? 60. 8ഉം 12ഉം 24. എൽസിയം എത്ര? 24. 36, 48, 72 അല്ലേ? അപ്പോൾ 36ൻ്റെ 72ൻ്റെ എൽസിയം 72. 48 എന്ന് പറഞ്ഞാലോ 48 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര എൽസിയം? 48 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 12 നോക്കാം അല്ലേ? 12 × 4 48. അത് 12 × 6 അല്ലേ? 12 × 6 ആണ്. അപ്പോൾ എത്ര വരും? 144 വരും അല്ലേ? 144 വരും.
അതിൻ്റെ LCM എന്ന് പറയുന്നത്. ക്ലിയർ ആണേ? ഓക്കെ. അപ്പോൾ അഡീഷൻ്റെയും സബ്സ്ട്രാക്ഷൻ്റെയും ഏകദേശം എല്ലാം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തതിലോട്ട് പോകാം കേട്ടോ. അടുത്തെന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് അഡീഷനായി സബ്സ്ട്രാക്ഷനായി രണ്ടും കോമ്പിനേഷനുമായി. ഇനി നമുക്ക് അടുത്ത് എന്താ, മൾട്ടിപ്ലിക്കേഷനിലോട്ട് പോകണം. മൾട്ടിപ്ലിക്കേഷൻ എന്താ, ന്യൂമറേറ്റർ ഇൻറ്റു ന്യൂമറേറ്ററും ഡിനോമിനേറ്റർ ഇൻറ്റു ഡിനോമിനേറ്ററും അല്ലേ. 2 × 4 8 ബൈ 3 × 5 15. സിമ്പിൾ അല്ലേ. ന്യൂമറേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ, ഡിനോമിനേറ്റർ ഇൻറ്റു ഡിനോമിനേറ്റർ. അടുത്ത 3 × 5 15 അല്ലേ. 15 ബൈ 8 56. അടുത്ത 3 × 1 3 ബൈ 5 × 4 20. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ എന്ത് ചെയ്യുക, ന്യൂമറേറ്റർ ന്യൂമറേറ്റർ ചെയ്യുക, ഡിനോമിനേറ്റർ ഡിനോമിനേറ്റർ ചെയ്യുക. ഇനി ഇങ്ങനെ ചെയ്ത് വരുമ്പോഴാണ് എന്ത് ചെയ്യുക, ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സാധനങ്ങൾ വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കൂടെ വെട്ടണം. നോക്കിയോ, എക്സാമ്പിൾ കാണിച്ചു തരാം. 2 × 2 വേണ്ട, 2 ന്യൂമറേറ്ററാണ്, 6 ഡിനോമിനേറ്ററാണ്. അപ്പോൾ ഇനി എന്ത് ചെയ്യാം, ഈ 2ഉം 6 കൂടെ വെട്ടാൻ പറ്റും. ഓക്കെ ആണോ? അതായത് ഈ 6 എന്ന് പറയുന്നത് എന്താ, 2 × 3 അല്ലേ. 2 × 3 ആണ് 6. മേളിൽ 2 ഉണ്ട്, താഴെ 2 ഉണ്ട്. നമുക്കറിയാം എന്താ, മേളിലും താഴെ 2/2 എന്ന് പറഞ്ഞാൽ എത്ര, 1 അല്ലേ. അപ്പോൾ ഈ 2ഉം താഴത്തെ ഈ 2ഉം കൂടെ ഞാനങ്ങ് വെട്ടി. അപ്പോൾ എനിക്ക് 1 അല്ലേ കിട്ടത്തുള്ളൂ. ബാക്കി എനിക്ക് 3 അല്ലേ താഴെ ഉള്ളത് ആണ്. ന്യൂമറേറ്റർ വേറെ എന്തുണ്ട്, 5 ഉണ്ട്. അപ്പോൾ ന്യൂമറേറ്റർ 5 അതുപോലെ എഴുതി, 2 വെട്ടിപ്പോയി. ബാക്കി 7 ഉണ്ട്, 3 ഉണ്ട്, 3 7 21. കണ്ടോ, ഇതുപോലെ വെട്ടി എനിക്ക് എഴുതാൻ പറ്റും. അതുപോലെ ഇതെന്ന് പറഞ്ഞാൽ 4 × 2 അല്ലേ 8. ഇവിടെ 4 ഇല്ലേ, ഉണ്ട്. അപ്പം 4ഉം താഴെ 4 വെട്ടി. ബാക്കി റിമൈൻഡർ 2 അല്ലേ ഉള്ളൂ. ഓക്കെ. ഇനി 3ഉം 9 ആണ്. ഇതെന്ന് പറഞ്ഞാൽ 3 × 3 ആണ്. അപ്പോൾ ഇതൊരു 3 വെട്ടി, ഇവിടെ ഒരു 3 വെട്ടി. ബാക്കി എനിക്ക് ഇവിടെ 3 ഉണ്ട് അല്ലേ. ഇനി എത്ര ഉണ്ട് ബാക്കി, എന്ന് മേളിൽ 1/6. ക്ലിയർ ആയോ? അവിടെ നോക്കിയോ, 3 × 5 15. 15/4 28 ആണല്ലോ. ഇനി ഈ രീതി വരുവാന്നുണ്ടെങ്കിൽ ബെറ്റർ എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുക. അപ്പോൾ ന്യൂമറേറ്ററിൻ്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിൻ്റെ ഡിനോമിനേറ്ററും ചെയ്താൽ മതി. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. മനസ്സിലായോ പറഞ്ഞു? അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇഷ്ടമുള്ള രീതി ചെയ്യാം. അത് ക്വസ്റ്റ്യൻ ടൈപ്പ് അനുസരിച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, തൽക്കാലം ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാം. അപ്പോൾ എന്ത് വരും, 3/2 വരും അല്ലേ. 3/2 × 3/5 എത്ര, അത് 9/19. ഓക്കെയാണ്. അടുത്തത് ഇതെന്താക്കണം, ഇംപ്രോപ്പർ ആക്കാം. 5/8 × 9/4. ഇങ്ങനെ 4 × 2 8, 8 + 1 9. അതാണ് ഈ 9 കിടക്കുന്നത് കേട്ടോ. കിലോമീറ്റർ 4 അത് തന്നെ വരും. 9×5 45. 45/4 32. ഓക്കെയാണ്. അടുത്തത് നോക്കിയോ, വെട്ടാലോ. 7ഉം 14 വെട്ടി. എത്ര വരും എനിക്ക്, താഴെ 2 വരും. ഇനി 9 3 കൂടെ വെട്ടി. അപ്പോൾ എനിക്ക് താഴെ എത്ര വരും, 3 വരും. അപ്പോൾ എത്ര, 1/3 × 2 = 1/6. ക്ലിയർ ആണേ. അടുത്ത് നോക്കിയോ, എത്ര, 3 × 2 6, 6 × 2 8. 8/3 × 4 3 7, 7/4 എന്ന് വരും. അപ്പോൾ 8 4 വെട്ടുമ്പോൾ എനിക്ക് എത്ര, ഇവിടെ 2 × 4 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്. 4 4 വെട്ടി, ബാക്കി എത്ര വരും, 2 വരും. 2 × 7 14/3. 14/3 വരും. ക്ലിയർ ആണ്. ഓക്കെ. ഇവിടെ നോക്കിയോ, ഇനി ഫുള്ള് നമ്മൾ വെട്ടാക്കുക പരിപാടി. 3ഉം 6ഉം വെട്ടി, എത്ര വന്നു, 2 വന്നു. 4ഉം 8ഉം വെട്ടി, എത്ര വന്നു, 2 വന്നു. 5ഉം 5ഉം വെട്ടിപ്പോയല്ലോ. ന്യൂമറേറ്റർ എന്തെങ്കിലും ഉണ്ടോ, ഇല്ല. ഞാൻ എന്ത് കൊടുത്തു, 1 കൊടുത്തു. ഡിനോമിനേറ്ററിൽ 2 × 2 4 കൊടുത്തു, തീർന്നു. ഓക്കെ ആണേ. അടുത്ത് നോക്കിയോ, 5 15 1 16. 16/5 × 7/10. ഇവിടെ എനിക്ക് 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാലോ. എന്ന് പറഞ്ഞെങ്കിൽ എന്താ ഇടുക, 8 × 2. ഇതെന്ന് പറഞ്ഞാൽ എത്ര, 5 × 2. ഈ 2 എനിക്ക് വെട്ടി കളയാലോ. ബാക്കി എനിക്ക് എത്ര ഉണ്ട്, അത് 2 പോട്ടെ. അപ്പോൾ 8 × 7 56. 56/5 × 5 25. ക്ലിയർ ആണേ. അടുത്ത് നോക്കിയോ, 9/10 ഉണ്ടല്ലേ, ഈക്വൽ ടു 9/10 × 3 × 1 3 2 5. 5/3. 2ഉം വെട്ടി, എത്ര വരും, 3 വരും. 10ഉം 5ഉം വെട്ടി, താഴെ എത്ര വരും, 2 വരും. ഇപ്പോൾ എത്ര ബാക്കി എനിക്കുള്ളത്, 3/2. ഓക്കെ ആണോ. നോക്കിയോ, 5ഉം 15ഉം വെട്ടി, താഴെ എത്ര വരും, 3. 5 × 3 ആണ്, 5 × 3 ആണ് 15.
ഇവിടുത്തെ 5 താഴത്തെ 5 വെട്ടി, ബാക്കി എനിക്ക് റിമൈനിങ് വന്നത് 3 ക്ലിയർ ആയോ? അങ്ങനെയാണ് തന്നത്. ഓക്കെ, ഇനി അടുത്ത എന്ന് പറഞ്ഞാൽ എത്ര? 8ഉം 12ഉം അല്ലേ? 4 ഇൻറ്റു 2 ഇവിടെ എത്ര? 4 ഇൻറ്റു 3. 4 4 എനിക്ക് വെട്ടാലോ. ബാക്കി എനിക്ക് ഇവിടെ എത്ര ഉള്ളത്? ന്യൂമറേറ്റർ 2 മാത്രമേ ഉള്ളൂ. ന്യൂമറേറ്ററിലോ 3 ഇൻറ്റു 3 9. ക്ലിയർ ആണേ? അത് നോക്കൂ, 14 3 17 അല്ലേ? 17/7 ഇൻറ്റു 5/9. ഇത് രണ്ടും എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്ത് 17 ഇൻറ്റു 5 എത്ര? 85. 85/9 63. ഇതാണ് എന്ത്? ഉത്തരം. നോക്കിയോ, ഇതിനെ എന്ത് ഇംപ്രൂവ് ഫ്രാക്ഷൻ ആക്കണം. 4 12 12 3 15 15/4 ഇൻറ്റു 10 12/5 വെട്ടി എത്ര വരും? 3 വരും. ഇത് രണ്ടും വെട്ടി എത്ര വരും? 3. 4 ഇൻറ്റു 3 12. അപ്പോൾ എനിക്ക് ഇത്ര ഉത്തരം 9 വരും ഉത്തരം. ഓക്കെ, അടുത്തത് നോക്കിയോ, 7ഉം 14ഉം വെട്ടി 2 വരത്തില്ലയോ? വരും. ഇത് രണ്ടും വെട്ടി എത്ര വരും? 3 വരത്തില്ലയോ? ഓക്കെ, ഇനി ഇത് രണ്ടിനെ 4 കൊണ്ട് വെട്ടാൻ പോവാം. 4 കൊണ്ട് വെട്ടിയപ്പോൾ 2, 4 കൊണ്ട് വെട്ടിയപ്പോൾ ഉത്തരം എത്ര? ന്യൂമറേറ്റർ 2 ആണ്. ഈ രണ്ട് കൊണ്ട് എനിക്ക് വെട്ടാലോ. വെട്ടി പോയി. ഇവിടെ എത്ര നേരം? 1/9 വരും. ക്ലിയർ ആയോ? 1/9 എത്ര? 25/6 ഇൻറ്റു 8 5 13 13/8. ഓക്കെ, അപ്പോൾ 25 ഇൻറ്റു 13/6 ഇൻറ്റു 8. ഇതാണ് എൻ്റെ ഉത്തരം വരുന്നത് ചെയ്ത് വരുമ്പോൾ കേട്ടോ. ഇനി അത് നോക്കൂ, ആണ്ടേ 4 ഉണ്ട് 22 ഉണ്ട്. ഞാൻ 2 കൊണ്ട് വെട്ടി. ഓക്കെ, കൂട്ടും 2 ഇൻറ്റു 2 അല്ലേ 4. ഓക്കെ, 2 ഇൻറ്റു 2 4. ഈ 2 കൊണ്ട് ഇതിനെ വെട്ടി 11 വന്നു. അടുത്ത 2 കൊണ്ട് ഇതിനെ വെട്ടി എനിക്ക് എത്ര വന്നു? 9 വന്നു. ഓക്കെ ആണേ. ഇനി 5 കൊണ്ട് ഇതിനെ വെട്ടി, 5 കൊണ്ട് ഇതിനെ വെട്ടി 3 വന്നു 5 വന്നു. ഓക്കെ ആണേ. 11 ഇൻറ്റു 3 33 ബൈ 9 ഇൻറ്റു 11 ഇൻറ്റു 5 9 45 45 ഇൻറ്റു 11 വരും അല്ലേ? 45 ഇൻറ്റു 11 എത്ര? 495. അടുത്ത 45 47 ബൈ അല്ലേ? 47/9. ഇംപ്രൂവ് ഫ്രാക്ഷൻ ആക്കുന്ന എളുപ്പമാണ്. 9 ഇൻറ്റു 5 40, 45 2 47 47/9 ഇൻറ്റു 7 21 21 24 24/7. ഓക്കെ ആണല്ലോ. ഇത് 2 എത്ര കൊണ്ട് വെട്ടാം? എനിക്ക് 3 കൊണ്ട് വെട്ടാം. 3 കൊണ്ട് വെട്ടിയിട്ട് ഉത്തരം എഴുതാം. ഇനി അത് നോക്കാം. വെട്ടി 7ഉം 21 വെട്ടി 3 ഇൻറ്റു 7 ആണ് 21. ഓക്കെ ആണേ. ഇനി അടുത്തത് 24 അല്ലേ? 24 ഇതിന് എനിക്ക് വെട്ടാലോ. എത്ര കൊണ്ട് വെട്ടാൻ പറ്റും? 4 കൊണ്ട് വെട്ടിക്കൂടെ? 4 കൊണ്ട് വെട്ടാം. അപ്പോൾ എത്ര? 4 ഇൻറ്റു 4 4 16. പിന്നെ 4 കൊണ്ട് വെട്ടി അപ്പോൾ എത്ര വരും? 6 വരും. 6 ഇൻറ്റു 4 ആണ് 24. പിന്നെ ഈ വീണ്ടും 2 കൊണ്ട് വെട്ടാം അല്ലേ? 2 കൊണ്ട് വെട്ടുമ്പോൾ 4 2 ഇൻറ്റു 2. അപ്പോൾ ഇത് 2 കൊണ്ട് വെട്ടി എനിക്ക് ഇവിടെ എത്ര വരും? 3 വരും. ബാക്കി 2 അതുകൊണ്ട് ഇതിനെ വെട്ടും 10. അപ്പോൾ എനിക്ക് എത്ര ഉണ്ട്? 13/3 ഇൻറ്റു 3 9 90. ഓക്കെ, ഇത് 19 90 ഓക്കെ. അതുപോലെ എന്ത് ചെയ്യാം? ഈ 4 ചെയ്ത് നോക്കുക. ഓക്കെ, വീഡിയോ പോസ് ചെയ്തിട്ട് എല്ലാവരും എന്തായാലും ചെയ്ത് നോക്കുക. എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവരും എന്തായാലും ചെയ്ത് നോക്കുക. നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകാം. ഇപ്പോൾ എന്തായി? മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞു. ഡിവിഷനിലോട്ട് പോകാം. നോക്കും, ഡിവിഷൻ ആകുമ്പോൾ എന്താ? രണ്ടാമത് കിടക്കുന്നത് തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? അപ്പം 3/4 ഇൻറ്റു 2/1. ക്ലിയർ അല്ലേ? 2 2 വെട്ടി താഴെ 2 വരും. അപ്പോൾ എത്ര വരും? 3/2. ഇനി അതുപോലെ അല്ലേ? 5/6 ഇൻറ്റു 3/2 വെട്ടി അല്ലേ? 2. അപ്പോൾ എത്ര? 5/4 വരും. നോക്കി അടുത്തത് 2/5 ഇൻറ്റു 4/3. എത്ര? 4 ഇൻറ്റു 2 8 8/15. ഓക്കെ ആണല്ലോ. അടുത്ത് നോക്കൂ, 7/8 ഇൻറ്റു 5/3. എത്ര? 35/24. ഓക്കെ ആണ്. അടുത്ത് നോക്കൂ, 4/9 ഇൻറ്റു 3/2. വെട്ടാലോ? വെട്ടി എത്ര വന്നു? 2. ഇപ്പോൾ 2 വെട്ടാലോ? വെട്ടി താഴെ എത്ര വന്നു? 3. അപ്പോൾ എത്ര ഉത്തരം എനിക്ക്? 2/3. ഇവിടെ നോക്കൂ, സിമ്പിളാണ്. 2 ഇൻറ്റു 1 2 പ്ലസ് 1 3 3/2. ഇനി
ഡിവൈഡല്ലേ ഇൻറ്റു കിട്ടും. തിരിച്ചിട്ടുണ്ടേ 4/3. വെട്ടി 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 2 ഈക്വൽ ടു 2 വരും. ക്ലിയർ ആണല്ലോ. അടുത്തത് 5/8 ഇൻറ്റു 4 ഇൻറ്റു 4 1 5. 5/4 അപ്പോൾ എത്ര എഴുതണം അതിന്? 4/5 എഴുതണം. 4/5 എഴുതണം അല്ലേ? അതുകൊണ്ട് വെട്ടാൻ പോവാണ് 2. ഇത് രണ്ടും വെട്ടി. അടുത്തത് 1/2 വന്നു. ഓക്കെ, അടുത്ത് നോക്കിയോ. 6 7/3 അല്ലേ? 7/3 3 2 6 1 7 7/3 ഇൻറ്റു 6/5 വെട്ടാലോ? വെട്ടി 2 ഈക്വൽ ടു 14/5. 14/5. അടുത്ത 7/9 ഇൻറ്റു 3 5 5/3 അല്ലേ? അപ്പോൾ 3/5 3 2 വെട്ടി 3. അപ്പോൾ എത്ര? 7/15. എളുപ്പമല്ലേ? ആ, അടുത്ത് നോക്കിയോ. അടുത്തെന്ന് പറഞ്ഞാൽ എത്ര? 6 7/2 അല്ലേ? 7/2 ഇൻറ്റു 9/4 അല്ലേ? 4/9 വെട്ടാലോ? അപ്പോൾ ഈ 2 വരും. ഈക്വൽ ടു 14/9. അടുത്ത് നോക്കിയോ. 5/12 ഇൻറ്റു 8/3 അല്ലേ? ആ, ഇത് രണ്ടും വെട്ടാൻ പോവാം. 4 കൊണ്ട് വെട്ടാൻ പോവാം. 4 കൊണ്ട് വെട്ടുമ്പോൾ 2, ഇവിടെ വെട്ടുമ്പോൾ 3. ഇത് വരും 10/9 വരും. 5 2 10 3 3 9. അടുത്ത 8/5 അല്ലേ? 5 3 8 ഇൻറ്റു 10/7 വെട്ടാലോ? 2. അപ്പോൾ എത്ര വരും? 16/7. അടുത്ത 9/10 അല്ലേ? 9/10 ഇൻറ്റു 5 2 10 1 11 11/5 11/5. അപ്പോൾ തിരിച്ചിടണ്ടേ? ഇടണം. അപ്പോൾ എത്ര വരും എനിക്ക്? 95 45/110 വരും. അടുത്ത 3 2 6 7 8 8/3 ഇൻറ്റു 6 5 11 11/6 11/6 6/11 രണ്ടും വെട്ടി 2 വരും. 8 2 16/11. ഇത് കണ്ടോ? 11/15 ഇൻറ്റു 9/4 വരും. എത്ര കൊണ്ട് വെട്ടാം? 3 കൊണ്ട് വെട്ടാം. വെട്ടി 5 വന്നു. അപ്പോൾ 11 33 അല്ലേ? 33/20 വരും. അടുത്ത അയ്യോ 4 12 12 3 15 അല്ലേ? 15/4 ഇൻറ്റു 10 12 12/5 12/5. കറക്റ്റ് അല്ലേ? വെള്ളം തെറ്റിയോ? ഇല്ലല്ലോ. 4 12 15 4 കറക്റ്റാണ്. 5 2 10 12. ഓക്കെ, കറക്റ്റാണ്. വല്ലതും വെട്ടിപ്പോവോ? ഇല്ല. വെട്ടിപ്പോകാത്തപ്പോൾ 15 ഇൻറ്റു 5 ചെയ്യണമല്ലേ? 15 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ എത്ര? 75. 75/12 48. 48. ഓക്കെ, ഇവിടെ നോക്കിയോ. ഡിവിഷൻ കളയോ അല്ലേ? അപ്പോൾ ഇതെങ്ങനെ ചെയ്യണം? 7/12 ഇൻറ്റു 18/5 ഇൻറ്റു ഡിവൈഡ് ചെയ്യണ്ടേ? 24/11 വരും. ഓക്കെ ആണേ. 12 എന്ന് പറഞ്ഞാൽ എത്ര? 3 ഇൻറ്റു 4 അല്ലേ? 3 ഇൻറ്റു 4. ഇതിനെ രണ്ടിനെ ഞാൻ 3 കൊണ്ട് വെട്ടാൻ പോവാം. അപ്പോൾ ഇത്ര വരും? ഇവിടെ 4 വരും അല്ലേ? ഇവിടെ എന്ന് പറഞ്ഞാൽ 6 വരും. 4 ഇല്ലയോ? ഉണ്ട്. 4 കൊണ്ട് ഇതിനെ ഞാൻ വെട്ടാൻ പോവാം. അപ്പോൾ എത്ര വരും? 6 വരും. വെട്ടിപ്പോയി. ബാക്കി എത്ര ഉണ്ട്? ഡിനോമിനേറ്റർ 55. ന്യൂമറേറ്ററോ 36 ഇൻറ്റു 7 വരും അല്ലേ? 36 ഇൻറ്റു 7. ഓക്കെ, അടുത്ത് നോക്കിയോ. എന്ന് പറഞ്ഞാൽ 25/6 ഇൻറ്റു 8 5 13 8/13 വരും. വെട്ടുന്നെങ്കിൽ 6 വെട്ടും കൂടെ വെട്ടുക, ചെറുതാക്കി എഴുതുക. 2 കൊണ്ട് വെട്ടാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. 45 46 47 47/9 ഇൻറ്റു ചെയ്യണ്ടേ? 21 21 3 24 24/7 വരും അല്ലേ? 24/7. അപ്പോൾ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഉത്തരം എഴുതുക. അടുത്ത 16 5 21 21/8 ഇൻറ്റു 43/10 അല്ലേ? 43/10. ഇത് രണ്ടും വെട്ടാലും എനിക്ക് മേലും താഴെ വെട്ടാം. ഉത്തരം എഴുതാം. അടുത്ത 6 42 43/7 ഇൻറ്റു
എത്ര 18 18 4 22 9 അല്ലേ? ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? 12 36 36 5 41 41/12 ഇൻറ്റു 18 2 36 36 7 43 അല്ലേ? 43 ക്ലിയർ ആണല്ലോ. വെട്ടാറുണ്ട് 18 12 വെച്ച് നമുക്ക് വെട്ടാവുന്നതേ ഉള്ളൂ. അടുത്ത നമുക്ക് നോക്കാം. 13/24 ഇൻറ്റു 15/7 ഇൻറ്റു 21/8 അല്ലേ? ആണ്ടേ ഇതും 24 21 നമുക്ക് വെട്ടാൻ പറ്റുന്നേ ഉള്ളൂ. എത്ര വെച്ച് വെട്ടാൻ പറ്റും? 3 വെട്ടാൻ പറ്റും അങ്ങനെ. അപ്പോൾ ഇതിന് രണ്ട് 3 ഇട്ടല്ലേ? 3 21 3 21 3 24 8 അല്ലേ? അപ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് ഉത്തരം എഴുതാം. ആണ്ട 7 ക്യാൻസൽ ആയി പോകും. ആണ്ട 7 ക്യാൻസൽ ആയി പോകും. ബാക്കി 8ആണുള്ളത്. ഇനി ക്യാൻസൽ ആകത്തില്ല. പക്ഷെ ഉത്തരം എഴുതും. നോക്കിയോ അടുത്ത 31/6 ഇൻറ്റു 33 അല്ലേ? 33 കൊണ്ട് 10 കൊണ്ട് രണ്ടും വെട്ടും അല്ലേ? 6ഉം 10ഉം വെട്ടുമ്പോൾ 5ഉം 3ഉം വരും. ഇത് നോക്കിയോ 14 ഇൻറ്റു 4 14 ഇൻറ്റു 4 എത്ര? 56 56ഉം 5ഉം എത്ര? 61 61/14 ഇൻറ്റു 21 ഇൻറ്റു 2 40 2 42 9 51 51 21 അല്ലേ? എത്ര രൂപ നേരം? ഇത് നമുക്ക് 7 കൊണ്ട് ഒരു വഴിയല്ലേ? 7 ഇൻറ്റു 2 7 ഇൻറ്റു 3 അതിന് വിട്ടുമ്പോൾ എനിക്ക് ഉത്തരം വരും. ക്ലിയർ ആണേ? അപ്പോൾ എന്ത് ചെയ്യുക? ഈ ഒരു സെഷൻ കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തവർക്ക് എന്തെങ്കിലും ഒരു ബേസിക് ഐഡിയ കിട്ടിക്കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതെന്ത് ചെയ്യുക? സ്ഥിരം ചെയ്ത് നോക്കുക. സ്ഥിരം ചെയ്ത് നോക്കുക എന്ന് വെച്ചാൽ ചിലപ്പോൾ സമയം കിട്ടുമ്പോഴല്ലേ നമ്മൾ എന്ത് ചെയ്യാം? ഇത് റിവൈസ് ചെയ്ത് നോക്കുക. റിവൈസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് സ്പീഡ് കിട്ടും. സ്പീഡ് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും ഫോളോ ചെയ്ത് പഠിക്കുക കേട്ടോ. ഓക്കെ, എല്ലാം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതെല്ലാം ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.